എന്നെ ഇന്ന് ചിന്തിപ്പിച്ച തിരുവചന ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. അതിന് കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം, 1-2 വാക്യം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-2. കൊലോസ്യ ലേഖനം തന്നെയാണോ? സോറി, ആണെങ്കിൽ ആ ഭാഗം 1 ഞാനിവിടെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവിനെനിക്ക് അതിൻ്റെ ദൂതുകൾ എനിക്ക് കൈമാറുന്നത്. ആ വാക്യം ഇങ്ങനെ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. അടുത്ത വാക്ക്, 2-ാമത്തെ വാക്ക്. ഒന്നുകൂടെ അതൊന്ന് വായിക്കണം. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥന എല്ലാവർക്കും ആവശ്യമാണ്. പ്രാർത്ഥന എല്ലാവർക്കും ആവശ്യമാണ്. പ്രാർത്ഥിക്കാതെ നമുക്ക് മുന്നോട്ട് പോവുക പ്രയാസമാണ്. അടുത്തടുത്തിരിക്കുന്ന വ്യക്തികളോട് പറയാൻ പറ്റുമോ? ലൈവിൽ ശ്രദ്ധിക്കുന്നവർ വീട്ടിൽ തനിയെ ആണെങ്കിൽ നിങ്ങളോട് തന്നെ നിങ്ങൾ പറ, അല്ലെങ്കിൽ അടുത്തിരിക്കുന്നവരോട് പറ. ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് അടുത്തടുത്തിരിക്കുന്നവരോട്. പ്രാർത്ഥിക്കാതെ മുന്നോട്ട് പോവുക പ്രയാസമുള്ള കാര്യമാണ്. സ്തോത്രം. ഒന്ന് മുഖത്ത് നോക്കി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കണം, നമുക്ക് പ്രാർത്ഥിക്കണം, നമുക്ക് പ്രാർത്ഥിക്കണം. എല്ലായിടങ്ങളിലും പ്രാർത്ഥന ഉണ്ട്. പെന്തക്കോസ്തുകാരുടെ നടുവിൽ മാത്രമല്ല. പ്രത്യേകിച്ച് കേരളം ഒത്തിരി ദൈവങ്ങളുള്ള നാടാണ്. അതുകൊണ്ട് തന്നെ നാമൊക്കെ എണീക്കും മുമ്പ് തന്നെ എണീറ്റ് വ്രതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ആചാരകർമ്മങ്ങളെ അതിൻ്റെ ആഴങ്ങളിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഭയഭക്തി പൂണ്ട് അവരവരറിഞ്ഞിരിക്കുന്ന സത്യത്തിൽ നിന്നുകൊണ്ട് അവരവരുടെ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അവരും പ്രാർത്ഥിക്കുന്നത് അവരുടെ ജീവിതത്തിന് ഇന്നേ ദിവസം ശുഭത വരാനാണ്, ചൈതന്യം വരാനാണ്, കുറെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടാനാണ്, രോഗങ്ങളുടെ വിടുതലിനാണ്, സൗഖ്യത്തിനു വേണ്ടിയാണ്, സമാധാനത്തിനു വേണ്ടിയാണ്. ഇതര മതപ്രസ്ഥാനങ്ങൾ, പണ്ഡിതന്മാർ ഒക്കെ ഈ വഴി കടന്നു വന്നവരും ഒത്തിരി ഗുരുക്കന്മാർ അനവധി പണ്ഡിതന്മാരെ വാർത്തെടുക്കുകയും ചെയ്തതിൻ്റെ പിന്നിൽ അപ്പനേക്കാൾ ഗുരുക്കന്മാർക്ക് പ്രാധാന്യമുള്ള കാലഘട്ടങ്ങൾ നിറഞ്ഞിരുന്ന ഒരു കേരളത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നാമും പ്രാർത്ഥിക്കണം. വിശുദ്ധ തിരുവെഴുത്ത് പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. മറ്റുള്ളവരുടെ പ്രാർത്ഥനയിൽ അവർക്ക് ആശ്വാസം കിട്ടിയെന്നും സൗഖ്യം കിട്ടിയെന്നും ഒക്കെ അവർ പറയുന്നുണ്ടെങ്കിലും അതെത്രത്തോളം അവർക്ക് പിന്നത്തേതിൽ സന്തോഷകരമാകുന്നു എന്ന് എനിക്കറിയുന്നില്ല. എന്നാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഒരുവന് എന്നേക്കുമുള്ള സമാധാനം ലഭിക്കുകയാണ്, എന്നേക്കുമുള്ള ആശ്വാസം ലഭിക്കുകയാണ്. പലരും പല അന്ധതകൾക്കകത്തിൽപ്പെട്ട് കിടക്കുകയാണ്. അവരുടെ കണ്ണുകൾ ഇരുട്ടുവാദിക്കപ്പെട്ട് കിടക്കും. അതുകൊണ്ട് അവർ ചിലതിൽ തപ്പിത്തടഞ്ഞുകൊണ്ട് ഇതാണ് ദൈവമെന്ന് പറഞ്ഞ് അവരതിൽ ആശ്രയിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നത് യഥാർത്ഥ ദൈവത്തോടാണ്.
എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിലും എല്ലാവരുടെയും പ്രാർത്ഥന യഥാർത്ഥ ദൈവത്തിലേക്ക് എത്തുന്നില്ല. ഈ ലോകത്തിൻ്റെ സാത്താൻ അനേകരുടെ കണ്ണിനെ കുരുടാക്കിക്കൊണ്ട് അവൻ ദൈവമെന്ന് നടിച്ച് സ്തോത്രം വാഴുന്ന ഈ ഭൂമിയിൽ ശരിക്കും എൻ്റെ കർത്താവിനെ തിരിച്ചറിഞ്ഞ് ആ ഏക സത്യ ദൈവത്തിങ്കിലേക്ക് വന്നു മുട്ടുവാൻ പ്രാർത്ഥിപ്പാൻ ഭാഗ്യം ലഭിച്ചവരാരെന്ന് ചോദിച്ചാൽ നമ്മളാണ്. ഈ സത്യം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാ. ഇതെല്ലാവർക്കും ലഭിച്ചിട്ടില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നു അവരവരുടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ. മലകൾ ചവിട്ടിയാണെങ്കിലും ശരീരത്തെ ദണ്ഡിപ്പിച്ചാണെങ്കിലും മുട്ടുമേൽ ഇഴഞ്ഞാണെങ്കിലും അതേ ആലയങ്ങൾക്ക് ക്ഷേത്രങ്ങൾക്ക് പ്രതിഷ്ഠണം വെച്ചാണെങ്കിലും കിടന്നു ഉരുണ്ടാണെങ്കിൽ പോലും എങ്ങനെയും അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പണിപ്പെടുമ്പോൾ ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം. സ്തോത്രം, നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഇത്യാദി കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. നിന്റെ വിശ്വാസം കൊണ്ട് നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പറ്റും. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് നന്ദി പറയും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ്? ഈ ലോകത്തിൽ ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ നമ്മളെക്കാൾ തലയെടുപ്പുള്ളവർ, പ്രാധാന്യതകൾ അർഹിക്കുന്നവർ, ഈ ലോകത്തിൽ പലർ ഇന്ന വ്യക്തി കൊള്ളാമെന്ന് പറയുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവത്തോടാണോ? അല്ല. പിന്നെ നാം ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആരോടാ? ദൈവത്തോടാണ്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തോടാണ്. എന്നാൽ അതിനകത്തിൽ തന്നെ ഒരുപാട് കുഴച്ചിലുകളും ഒരുപാട് കുഴപ്പങ്ങളും ഒരുപാട് ആശയ വിരുദ്ധമായ തലങ്ങളും ഒക്കെ നിറഞ്ഞു നിൽപ്പുണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ. നല്ല എക്കമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ട്. ദുരുപദേശങ്ങൾ നിറഞ്ഞ ഒരു തലത്തിലാണ് ഇന്ന് പലരും മുന്നോട്ട് പോകുന്നത്. ശരിക്കും പ്രാർത്ഥിക്കുന്നെങ്കിലും തോന്നുന്നത് പോലൊക്കെ അങ്ങ് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു തലത്തിലാണ് നമ്മളെല്ലാവരും, നമ്മളിൽ പലരും. എല്ലാവരും എന്ന് പറയാൻ പറ്റുകയില്ല. നമ്മളിൽ പലരും. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിലും നമ്മൾ അവിയലിനൊക്കെ വെട്ടിക്കണ്ടിച്ചിടുന്നത് പോലെ, പച്ചക്കറികൾ കൊണ്ടുവന്ന് അവിയലിനൊക്കെ വെട്ടിക്കണ്ടിച്ചിടുന്ന പോലെ എല്ലാം വെട്ടിക്കണ്ടിച്ചിട്ട് നമ്മളൊരു പരിപാടിയാണ്. സ്തോത്രം. പക്ഷേ നാം ദുരുപദേശങ്ങളിൽ പെട്ടുപോകരുത്, ദുരുപദേശങ്ങളിൽ ഒതുങ്ങിപ്പോകരുത്. നമുക്ക് വേദപുസ്തകം തെളിവുകൾ തന്നിട്ടുണ്ട്, നമ്മെ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ സാത്താൻ അതിനും സമ്മതിക്കുകയില്ല. ഗലാത്യയിലുള്ള വിശ്വാസികൾക്കൊക്കെ സുവിശേഷത്തിന്റെ മർമ്മം അതേ തലത്തിൽ വെളിപ്പെടുത്തിയ പൗലോസ് പിന്നെ അവരോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഞാൻ അല്പനേരത്തേക്ക് നിങ്ങളെ വിട്ടുപോയപ്പോൾ മറ്റു സുവിശേഷം കൊണ്ടുവന്നവർ നിങ്ങളെ ഞാൻ പറഞ്ഞ സുവിശേഷത്തിൽ നിന്ന് മറിച്ചു കളഞ്ഞു. എനിക്ക് തന്നെ അതിശയം തോന്നുകയാണ്. നിങ്ങളുടെ അത് ചുഴഞ്ഞെടുത്തു തരുവാനും എനിക്ക് വലിയ ബഹുമാനം തരാനും എന്നെ സ്നേഹിപ്പാനും മറക്കാത്തവരായിരുന്നു നിങ്ങൾ. ഇപ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ട്. നിങ്ങളെ ആരാ ഇത്ര വേഗത്തിൽ ഈ സുവിശേഷത്തിൽ നിന്നും മറിച്ചു കളഞ്ഞത്? നിങ്ങളുടെ കണ്ണുകൾക്ക് കുരുട പിടിപ്പിച്ചതാരാ? നിങ്ങളെ അന്ധത പിടിപ്പിച്ചതാരാ? നിങ്ങളെ ആരാ ഇങ്ങനെ വശീകരിച്ചു കെട്ടിയത്? നിങ്ങളെ ആരാ ഇങ്ങനെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത്? സ്തോത്രം. ഇത് പൗലോസ് പറയുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കെ യഥാർത്ഥ സത്യസുവിശേഷത്തെ യാഥാർത്ഥ്യമായി അനുഭവിച്ചും തിരിച്ചറിഞ്ഞു നിൽക്കുന്നവർക്ക് മാത്രമേ അന്ന് ദൈവം ഒരുക്കിയിരിക്കുന്ന സ്വർഗമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് നേരായ പാതയിൽ കൂടെ
അതിനെ വെട്ടിത്തുറന്നു തന്നിരിക്കെ അതിലൂടെ സഞ്ചരിച്ച് ഇവിടെ മാത്രമല്ല അങ്ങ് പരലോകത്തിലും ചെന്ന് നമ്മുടെ കർത്താവിന് സ്തുതി പറയേണ്ടവരാണ് നമ്മൾ എന്നുള്ളത് കൊണ്ട് നമ്മളുടെ മുമ്പിൽ വിവിധ ഉപദേശങ്ങൾ കൊണ്ട് നമ്മളെ ക്ഷുദ്രം ചെയ്തു മയക്കുവാൻ, മറ്റുപദേശങ്ങളിൽ കീഴ്പ്പെടുത്തി കളയുവാൻ നോക്കുന്ന ഇഹലോക വ്യാപാരത്തിന്റെ മേൽ ജയമെടുക്കാൻ ഇന്നത്തെ വചനം ഉപകരിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വേദപുസ്തകത്തിൽ 61 സങ്കീർത്തനത്തിന്റെ 1 വാക്യം ഇങ്ങനെ പറയുന്നു, വായിക്കാം. സങ്കീർത്തനങ്ങൾ 61:1. ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പറയുന്നു, ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ. ഓ ജീസസ്, ജീസസ്. പണ്ടേ കാലത്ത് നമ്മുടെ പിതാക്കന്മാരൊക്കെ അതിരാവിലെ എണീറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, നമ്മുടെ ഭവനങ്ങളിലൊക്കെ കുടുംബ പ്രാർത്ഥന, സ്തോത്രം, നമ്മുടെ ജീവിതത്തിലേക്ക് വ്യക്തിപരമായ പ്രാർത്ഥന, ആ പ്രാർത്ഥനയിലൊക്കെ ഇന്നേ കാലത്തുള്ള ദൈവമക്കളുടെ പ്രാർത്ഥനയിലും നാം ശ്രദ്ധിക്കുമ്പോൾ ശരിക്കും ചിലർ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോട് തന്നെയാ. നമുക്ക് ബഹുദൈവ വിശ്വാസമില്ല, നമ്മൾ ബഹുദൈവ വിശ്വാസികളും അല്ല. ഈ ലൈവിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നവർ ബഹുദൈവ വിശ്വാസികളല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏക സത്യ ദൈവത്തെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിൻ്റെ പ്രതിമ ധരിച്ച് മുന്നേറുവാൻ ആഗ്രഹിച്ചു വന്നിരിക്കുന്നവരാണ് ഇന്നിവിടെ വന്നിരിക്കുന്നവർ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിനോടാണോ? നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് യേശുവിനോടാണോ? ഹലോ, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഇവിടെ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാണ്. ദൈവത്തോടാണ് പ്രാർത്ഥിക്കേണ്ടത്. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല. തോന്നുന്നത് പോലെ പ്രാർത്ഥിക്കാൻ വ്യവസ്ഥയില്ല. സ്തോത്രം. നിങ്ങൾക്ക് 100,000 ചോദ്യങ്ങളും വിമർശനങ്ങളും ഒരുപക്ഷെ ഞാനിത് പറയുമ്പോഴുണ്ടായേക്കാം. എന്നാൽ യേശുവിനോട് പ്രാർത്ഥിക്കുന്നതിലോ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നതിലോ തെറ്റില്ല. പക്ഷേ യേശുവിനെ, സ്തോത്രം, മറ്റൊരു ദൈവമാക്കരുത്. പരിശുദ്ധാത്മാവിനെ മറ്റൊരു ദൈവമാക്കരുത്. വലിയ ദൈവമെന്നും അതിൻ്റെ ചെറിയ ദൈവമെന്നും അതിൻ്റെ ചെറിയ ദൈവമെന്നും മൂന്നായി തരംതിരിക്കരുത്. ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തോടാണ്. തൃപ്തമാണ് പിതാവായ ദൈവമെന്നും തൃപ്തമാണ് പുത്രനായ ദൈവമെന്നും തൃപ്തമാണ് പരിശുദ്ധാത്മാവായ ദൈവമെന്നും നാം വേദപുസ്തകത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം അത് ഭയങ്കര വിടവലാണ്. 30 ചരട് വേഗത്തിൽ അറ്റുപോകത്തില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പക്ഷേ തൃപ്തം വന്നു ചേരുന്നത് ദൈവത്തിലാണ്. അതുകൊണ്ട് ഇന്നിവിടെ വന്നിരിക്കുന്ന ദൈവമക്കൾ ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തോടാണ്. നമുക്ക് സാധ്യമല്ലാത്ത കാര്യത്തെ സാധ്യമാക്കി തരുവാൻ കഴിവുള്ളവനാരോ അവനാണ് ദൈവം. വേദപുസ്തകം പറയുന്നത് വിതയ്ക്കാത്തിടത്തുനിന്ന് കൊയ്യാൻ ദൈവത്തിന് കഴിയും. നമുക്ക് കഴിയത്തില്ല. പക്ഷെ വിതയ്ക്കാത്തിടത്തുനിന്ന് കൊയ്യാൻ കഴിയുന്നവനാണ് ദൈവം. നമ്മളിപ്പോ വിതച്ചവിടത്തുനിന്ന് പോലും കൊയ്യുന്നില്ല. സ്തോത്രം. വിതച്ചിടത്തുനിന്ന് പോലും കൊയ്യാൻ നമുക്ക് പറ്റുന്നില്ല.
പക്ഷെ എന്റെ തമ്പുരാൻ വിതയ്ക്കാത്തിടത്തുനിന്ന് വരെ കൊയ്യുന്നവനാണ്. നമ്മുടെ ദൈവത്തിന്റെ മറ്റൊരു പ്രത്യേകത, അവൻ ശൂന്യതകളിൽ പണിയും. നമുക്ക് പണിയണമെങ്കിൽ 1 സെന്റ് സ്ഥലമെങ്കിലും വേണം. നമുക്ക് പണിയണമെങ്കിൽ ഇവിടെ ഈ ദേശങ്ങളിൽ ജംഗ്ഷനുകളിലൊക്കെ കടയുള്ളവരുണ്ട്. ഒരു 1.25 സെന്റ് സ്ഥലമെങ്കിലും നമുക്ക് വേണം. സ്തോത്രം. നമുക്ക് പണിയണമെങ്കിൽ, അല്ലെങ്കിൽ നാം ഏതൊന്നിൽ ആശ്രയിച്ച് പണിയുന്നോ അതിനനുസരിച്ചുള്ള കാര്യാദികൾ നമുക്കുണ്ടെങ്കിൽ മാത്രമേ ആ പണി പൂർണ്ണമാക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ. പക്ഷെ ദൈവം ശൂന്യതകളിൽ പണിയും. ഇന്നലെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ പറയട്ടെ, വിതയ്ക്കാത്തിടത്തുനിന്ന് കൊയ്യാൻ കഴിയുന്ന ദൈവം നിന്നിലുണ്ട്. ശൂന്യതകളിൽ പണിയാൻ പറ്റുന്ന കർത്താവ് നിന്നിലുണ്ട്. സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലായിരിക്കാം, ഉള്ളവർ പോലും നിന്നെ വെറുത്തിട്ടുണ്ടായിരിക്കാം, നിന്റെ വീടിപ്പോൾ ഒറ്റപ്പെട്ടതായിരിക്കാം, രക്തബന്ധങ്ങൾ പോലും മറമായിരിക്കാം. നീ ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നത് ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നത്. ഇന്നലകളിൽ കൈ തന്നവരും ചിരിച്ചവരും ചുംബനം തന്നവരും എന്റേതെന്ന് പരിചയപ്പെടുത്തിയവരും നിന്നെ ഇന്ന് ഒറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം. പക്ഷേ നീ സേവിക്കുന്ന ദൈവം ഇടുക്കമില്ലാത്ത ദൈവമാ, ഞെരുക്കമില്ലാത്ത ദൈവമാ, ക്ഷാമമില്ലാത്ത ദൈവമാ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ദൈവം ശൂന്യതകളിൽ പണിയുന്നവനാ. അതുകൊണ്ട് ഇന്ന് ദൈവത്തെ നീ മുറുകെ പിടിച്ചു. എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ചില വഴി വെട്ടി തുറക്കും. എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും. എൻ്റെ ദൈവം നീ കാണാത്ത വൻ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യും. ഓ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ചിലപ്പോഴൊക്കെ ഞാൻ സ്തോത്രം ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ദൈവത്തിന്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ, സമുദ്രത്തിന് സ്തോത്രം പാറ കൊണ്ടുവന്ന് കെട്ടുറപ്പ് വരുത്തിയ ദൈവമല്ല എൻ്റെ ദൈവം. മറിച്ച് സമുദ്രം അതിര് കടക്കാതിരിക്കേണ്ടതിന് അതിന് മണൽ കൊണ്ട് അതിരിട്ട ദൈവമാണ് എൻ്റെ ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം. എൻ്റെ ദൈവത്തിൻ്റെ പണി ദൈവമക്കൾ കണ്ടോ? സാധാരണ ഇവിടുത്തെ ഗവൺമെന്റ് ആകട്ടെ, ലോക ഗവൺമെന്റുകളാകട്ടെ, അവരവരുടെ സമുദ്രത്തിന്റെ തിട്ടകൾ പിന്നെയും ഇടിഞ്ഞ് മറ്റുള്ളവർക്ക് ഭീഷണി വരുത്താതിരിക്കേണ്ടതിന് പാറക്കെട്ടുകൾ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ, സ്വത്രം ഇത്രയും കരയേക്കാൾ കൂടുതൽ കിടക്കുന്ന സമുദ്രം നമ്മെ മുക്കിക്കളയാം. ദൈവം അതിന് മണൽ കൊണ്ട് അതിരിട്ടിരിക്കുന്നവനാ. ഞാനെല്ലാം എത്ര കോടിക്കണക്കിന് പാറകൾ കൊണ്ടുവന്നിട്ട് പണിതെന്ന് പറഞ്ഞാലും സമുദ്രം കവിഞ്ഞ് പുറത്തു വരണമെങ്കിൽ ദൈവം വിചാരിച്ചാൽ നടക്കും. പക്ഷെ ദൈവം നീ വിചാരിക്കുന്നത് പോലല്ല, നിന്റെ ചിന്തക്കകത്തിൽ നീ ചിന്തിക്കുന്നത് പോലല്ല, നിന്റെ വഴികൾക്കകത്തിൽ നീ വിചാരിക്കുന്നത് പോലല്ല. നിന്റെ വഴികളിലും നിന്റെ ചിന്തകളിലും മേൽത്തരമായ ചിന്തയും മേൽത്തരമായ വഴിയുമുള്ളവനാണ് എൻ്റെ ദൈവം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ എത്ര പേരുണ്ട്? സങ്കീർത്തനങ്ങൾ 91 വളരെ വ്യക്തമായി പറയുന്നു, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ അവൻ യഹോവയെ കുറിച്ച് എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. എത്ര മനോഹരമായ സങ്കീർത്തനം! ദൈവം ഒരുവനാ, പക്ഷെ അവന്റെ പേരുകൾ കണ്ടോ? അത്യുന്നതൻ, സർവശക്തൻ, യഹോവ ദൈവം. വിശ്വസിക്കുന്നവർ കരങ്ങൾ തട്ടി ശക്തിയോടെ നിനക്ക് സർവശക്തി തെളിയിക്കാൻ അവന് കഴിയും. നിനക്ക് മേൽ യഹോവയായിരിക്കാൻ അവന് കഴിയും. നിനക്ക് മേൽ ദൈവമായിരിക്കാൻ അവന് കഴിയും. നിനക്ക് മേൽ അത്യുന്നതനായിരിക്കാൻ അവന് കഴിയും. നമ്മുടെ ദൈവം
മുറിവേൽക്കുന്ന ദൈവമോ? സ്റ്റിച്ചിടുന്ന ദൈവമോ? ഉറക്കം വരുന്ന ദൈവമോ? നാരങ്ങ വെള്ളം കുടിക്കാൻ വണ്ടി ചായക്കടയിൽ നിർത്തുന്ന ദൈവമോ? ഒന്നുമല്ല. നമ്മുടെ ദൈവത്തെ തട്ടി ഉണർത്താൻ മറ്റൊരു ശിഷ്യന്റെ ആവശ്യമില്ല. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ദൈവം അത്യുന്നതനായ ദൈവമാണ്. ഉസിയാവ് മരിച്ച ആണ്ടിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന തേജോമയനായ കർത്താവിന് യെശയ്യാവ് അവൻ 6-ാം അധ്യായത്തിൽ കാണുവാനിടയായി. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ പ്രതാപകാലം തീർത്ത് ആരെയും വകവെക്കാതെ തല ഉയർത്തി നിന്ന ഉസിയാവിനെ പോലുള്ള ചിലരെയല്ല അതേ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കേണ്ടത്. മറിച്ച് ഉടമന നിന്റെ മാംസ കണ്ണുകൾക്കപ്പുറത്ത് ആത്മകണ്ണുകൾ തുറന്ന് നീ യെശയ്യാവ് കണ്ടതുപോലെ ഉയർന്നും ഭംഗിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്ന അത്യുന്നതനായ ദൈവത്തെയാണ് ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഇന്നിവിടെ വന്നിരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറ, ദൈവത്തിനപ്പുറം നിൽക്കാൻ മറ്റൊരു ദൈവമില്ല. ഓ കൃപ! എന്റെ ദൈവത്തെ മറികടക്കാൻ വേറൊരു ദൈവമില്ല. അവൻ ആണയിട്ട് ചിലരോടൊക്കെ സംസാരിച്ചപ്പോൾ, ആദേ സ്തോത്രം, ആണയിട്ട് സംസാരിക്കുമ്പോൾ അവന് മുകളിൽ ഒരുവനെ കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ അവൻ അങ്ങനെ പറഞ്ഞേനെ. എന്നാൽ എന്റെ ദൈവം അവനെ കൊണ്ട് തന്നെ സത്യം ചെയ്ത് സംസാരിച്ചു. അവനെ കൊണ്ട് തന്നെ ആണയിട്ട് സംസാരിച്ചു. അതൊക്കെ നിവർത്തിയാകാനിടയായി. ദൈവത്തിന്റെ മുകളിൽ ഒരു ഉസിയാവുമാരുമില്ലെന്ന് അഹങ്കരിക്കുന്നവരൊന്നും ദൈവത്തിന്റെ മുകളിലില്ല. നിങ്ങൾ വിഷമിക്കണ്ട. അങ്ങനെ അഹങ്കരിച്ചവര് ബെൽശസ്സറൊക്കെ ഉണ്ട്. കാളയെ പോലെ പുല്ലുതിറ്റപ്പെട്ടവർ നെബൂഖദ്നേസർ, എപ്പാടിയ ബെൽശസ്സർ, അതേ അടിയേൽക്കപ്പെട്ട ഹേരോദാവ് കൃമിക്കിരയായി. വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തിനാ വിഷമിക്കുന്നത്? നമ്മൾ സേവിക്കുന്ന ദൈവത്തിന്റെ മുകളിൽ മറ്റൊരു ദൈവമില്ലെങ്കിൽ ആ ദൈവം നിന്നിൽ വാഴും, നിന്നിൽ സിംഹാസനമിടും. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്ക്. നിന്റെ ശരീരത്തിൽ അവൻ സിംഹാസനമിടുകയാണ്. നിന്റെ കുടുംബത്തിൽ അവൻ സിംഹാസനമിടുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മമണ്ഡലങ്ങൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഒരു രാജാതി രാജാവ്, കർത്താതി കർത്താവ്, അമർത്യതയുള്ളവൻ, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, അടങ്ങുക, കടലെ ശാന്തമാകുക എന്നാരുടെ ചെയ്യുന്നവർ ഇന്നിവിടെ വന്നിട്ടുണ്ട്. നിന്റെ മേൽ സിംഹാസനമിട്ട് വാഴാൻ, നിന്റെ സഭയുടെ മേൽ സിംഹാസനമിട്ട് വാഴാൻ അവൻ ഇന്ന് പകൽവേളയിൽ തന്റെ കർത്തൃത്വം നടത്തുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മോശയ്ക്ക് മുമ്പിൽ തമ്പുരാൻ കർത്താവ് ഇറങ്ങി ചെന്നിട്ട്, പുറപ്പാട് 3 നിങ്ങൾ എടുക്കണ്ട, മോശയോട് സംഭാഷിച്ചതിൽ ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായി വെളിപ്പെട്ടു. എന്റെ സർവശക്തിയാണ് ഞാൻ അവർക്കൊക്കെ വെളിപ്പെടുത്തിയത്. ഇന്നിവിടെ നിന്റെ ജീവിതത്തിൽ നീ ബലഹീനമായിരിക്കുമ്പോൾ അവൻ തന്റെ സർവശക്തി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക. നിന്നെ കൊണ്ട് കഴിയാത്ത, നിന്റെ കുടുംബത്തെ കൊണ്ട് കഴിയാത്ത, നിന്റെ തലമുറകളെ കൊണ്ട് കഴിയാത്ത, നിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് കഴിയാത്ത, നിന്റെ സമ്പത്ത് കൊണ്ട് കഴിയാത്ത വിഷയത്തിന്റെ മേൽ ഉടകാറമനഘടകസി തന്റെ സർവശക്തി വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുകയാ. ഉടകാറമനഘടകസി അവന ബാലനായിരുന്ന കാട്ടിലാട് മേയിച്ച ഉടമന ദാവീദിന്റെ മേൽ ഈ ശക്തി വെളിപ്പെട്ടപ്പോൾ അടകൾക്കടകസി അവന സിംഹത്തെ ഒരു കുഞ്ഞാടിനെ പോലെ വലിച്ചു കീറിയെങ്കിൽ, ഒരു യൗവനത്തിന്റെ ഭാവി അന്വേഷിച്ചു പോയ ശിംശോൻ എന്ന മനുഷ്യനെ നോക്കി അവന്റെ യൗവനത്തിൽ അവനെ തകർക്കാൻ ശത്രു വാദിച്ചപ്പോൾ അവന്റെ സർവശക്തിയുടെ ഒരു പങ്ക് ശിംശോന്റെ മേൽ വന്നപ്പോൾ അവൻ ഒറ്റ അടിക്ക് സിംഹത്തെ ഇല്ലാതാക്കിയെങ്കിൽ, കൃപ പ്രാപിച്ച ദൈവമക്കൾ ആത്മമണ്ഡലങ്ങളിൽ
ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകൽവേളയിൽ അവൻ തന്റെ സർവശക്തിയുമായി അബ്രഹാമിന് വേണ്ടി ഇറങ്ങിയവർ, യാക്കോബിന് വേണ്ടി ഇറങ്ങിയവർ, ഈസഹാക്കിന് വേണ്ടി ഇറങ്ങിയവർ ഇവിടെ വെളിപ്പെട്ടിട്ടുണ്ട്. ഈ ലൈവിലൂടെ എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ, ഈ ആലയത്തിൽ ഇരുന്ന് എന്നെ ശ്രമിക്കുന്നവര്, അവന്റെ സർവശക്തിയാണോ നീ ആഗ്രഹിക്കുന്നവർ? അവൻ വെളിപ്പെടുത്താൻ പോകുകയാ. ആ സർവശക്തിക്കകത്തിൽ അവൻ നിനക്ക് പാതയൊരുക്കിയിട്ടുണ്ട്. ആ സർവശക്തിക്കകത്തിൽ നിനക്ക് എണ്ണാൻ കഴിയാത്ത പുത്രസമ്പത്തുണ്ട്. ആ സർവശക്തിക്കകത്തിൽ ദൈവം നിന്നെ പ്രഭുക്കന്മാരാക്കിയിട്ടുണ്ട്. ആ സർവശക്തിക്കകത്തിൽ നിനക്ക് ഉടവന് ശൂന്യതെന്ന് തോന്നുന്നിടത്ത് അവന്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതേ സ്തോത്രം. നിന്റെ മുമ്പിൽ ദൈവം നിൽക്കുന്നിടത്തോളം കാലം സർവശക്തൻ നിനക്കിനി തലമുറകൾ പോലും ഇല്ലെങ്കിൽ അബ്രഹാമിന്റെ ദൈവം പ്രവർത്തിക്കുക. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്ല ഉടക റമന ഘടകസിയാവന നിന്റെ വീട്ടിൽ സമയം കഴിഞ്ഞും നിന്റെ ആൺതലമുറകളും പെൺകുഞ്ഞുങ്ങളും നിൽക്കുന്നുവെങ്കിൽ അവൻ റിബേക്കമാര് നിനക്ക് വേണ്ടി ഒരുക്കോ. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ തട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ആണ്ടിൽ നടകൊള്ളേണ്ടത് ഇന്ന് ഈ ആണ്ട് തീർന്നിട്ടില്ല. അവൻ ഈ സെക്കൻഡിൽ നിവർത്തിക്കാൻ അവന്റെ സർവശക്തിയുമായി ഇവിടെ വെളിപ്പെട്ടിരിക്കുക. കരങ്ങൾ തട്ടി ആവേശപൂർവം ഈ ദൂതനെ വെൽക്കം ചെയ്യ്. യേശുവിന്റെ നാമത്തിൽ അവന്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. അവന്റെ സർവശക്തി അതൊക്കെ എനിക്ക് തെളിയിക്കണമെന്നുണ്ട്. മോശയോട് പറയുന്നത്, ഞാൻ യഹോവ എന്ന നാമത്തിൽ യെശയ്യാവിന് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം കാണിച്ചു. ഞാൻ അത്യുന്നതനാണ്, അത്യുന്നതനാണ്. അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തി തെളിയിച്ചു. മോശയോട് പറയാ, പക്ഷെ ഞാൻ നിന്റെ മുമ്പിൽ വരുന്നത് യഹോവ എന്ന നാമത്തിലാ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരി. ഈ നാമത്തിനപ്പുറത്തും വേറൊരു നാമമില്ലെന്ന് വിശ്വസിപ്പാൻ കഴിയുന്ന ദൈവമക്കൾ ആത്മമണ്ഡലങ്ങൾക്കകത്തിൽ അതിരത്തെ ചൽപ്പിച്ചുകൊണ്ട് നിന്റെ മുമ്പിൽ വന്ന് പേക്കോലം നിന്ന് തുള്ളുന്ന ഉടമന അന്ധകാര ശക്തിയെ നോക്കി, ദേശശക്തിയെ നോക്കി, ഉടമന നിന്റെ തലമുറകളെ പിടിച്ചു കെട്ടുവാൻ നോക്കുന്ന അന്ധകാര ശക്തിയെ നോക്കി ദൈവാത്മാവിൽ പറ, യഹോവ എന്ന നാമത്തിൽ. ഓ വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിര. പുതിയ നിയമത്തിലെ യേശു എന്ന നാമമാ, പഴയ നിയമത്തിലെ യഹോവ എന്ന നാമം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആ യഹോവ എന്ന നാമമാ പുതിയ നിയമത്തിലെ യേശു എന്ന നാമോ. ഈ നാമത്തിനപ്പുറത്ത് വേറൊരു നാമമില്ല. ദൈവം സ്തോത്രം യഹോവ എന്ന നാമത്തിൽ അവിടെ ഇറങ്ങി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇവിടെ ദൈവം അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ചില ലീഡർഷിപ്പൊക്കെ ലഭിക്കാൻ പോവാ. ഇവിടെ ദൈവം അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ചില മടങ്ങി വരവൊക്കെ ലഭിക്കാൻ പോവാ. ഇവിടെ ദൈവം അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ കാലിൽ പുതിയ ചില ചെരുപ്പൊക്കെ ഇടാൻ പോവാ. ഇവിടെ ദൈവം അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്നോട് പണ്ട് പറഞ്ഞ ചില വാഗ്ദത്തങ്ങൾ അവൻ നിറവേറ്റാൻ പോവാ. നിന്റെ അമ്മയുടെ ഉദരം വെച്ചു തന്നെ, നിന്റെ ജന്മം വെച്ചു തന്നെ പരിശുദ്ധാത്മാവ് ഇടപെട്ട ഇടപെടലുകളിൽ നിന്നെ ഉടകാറമന തിരിച്ചറിഞ്ഞ പിശാച് മാനസികമായി തകർത്ത് ദൈവത്തിൽ നിന്ന് അല്ല ദൈവവാഗ്ദത്തങ്ങളിൽ നിന്ന് തന്നെ അകറ്റിക്കളയാൻ ശ്രമം നടത്തിയെങ്കിൽ ഇന്ന് ദൈവം സീനായി പർവ്വതത്തിൽ മോശയ്ക്ക് വേണ്ടി ഇറങ്ങിയതുപോലെ നിനക്ക് വേണ്ടി ഇറങ്ങുകയാണ്. അവൻ ആരാണെന്ന് വെളിപ്പെടുത്താം.
വേദയാവന അക്ഷര ഘടകസിയാവന വൈഷിയാവന ഘടകരകവന ഉടകൾ ഘടകസിയാവന. ഇന്നുവരെ സീനായി പർവ്വതത്തിന്റെ അടിവാരത്തിൽ കണ്ടിട്ടില്ലാത്ത ചില കാഴ്ചകൾ നിന്നെ കാണിപ്പിക്കുവാൻ തമ്പുരാൻ ചില പദ്ധതികൾ ഇടുകയാ. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കട്ടെ. മോശ ചില കാഴ്ച കണ്ടതുപോലെ ഇന്ന് നീ ആത്മാവിൽ ചില കാഴ്ച കാണട്ടെ. ഉടകൾ നിന്നെ അത്ഭുതപ്പെടുത്തുന്ന, നിന്നെ നിലനിർത്തുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന, നിന്നെ ശക്തിപ്പെടുത്തുന്ന ചില കാഴ്ചകൾ കാണത്തക്കവണ്ണ ഉന്റെ ശക്തിയുടെ അളവറ്റ വ്യാപാരം ഇറങ്ങട്ടെ. കുറ്റബോധം വരുന്ന, മനസാന്തരം വരുന്ന, മടങ്ങി വരുന്ന ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് നീ മടങ്ങി വരുന്ന ചില കാഴ്ചകൾ ദൈവത്തിന്റെ കാട്ടട്ടെ. Oh Lord Jesus. മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല, പക്ഷെ മുൾപ്പടർപ്പിൽ തീ കത്തുന്നു. ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം. നിന്റെ പ്രശ്നം അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ചന്ദ്രക്ക് മേശക്ക് അവേദനു വേണ്ടി 7 ഇരട്ടി വർദ്ധിച്ച തീയുടെ നടുവിൽ ഇറങ്ങി വന്നവൻ. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യണമേ. നിന്റെ പ്രശ്നം അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ, നിന്റെ മുള്ളുകൾ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ, അതൊരു മുൾപ്പടർപ്പായി നിന്നിൽ വളർന്നു നിൽക്കുമ്പോൾ തന്നെ നിന്റെ തലയിൽ ഒരു മുടിക്ക് പോലും ക്ഷീണം വരുത്തില്ലെന്ന് പറയാ. ഉടരമന ഘടകസിയാമന, അവൻ്റെ സാന്നിധ്യം ഇവിടെ വന്നിരിക്കുകയാ. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യും. ഒരു നിയമത്തിന് നിന്നെ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറയാൻ, നിന്റെ തലമുറകളെ തകർക്കാൻ പറ്റത്തില്ലെന്ന് പറയാൻ അവനിവിടെ വന്നിരിക്കുകയാ. മുള്ളുപോലുള്ള പ്രശ്നങ്ങൾ വളർന്നു പൊങ്ങിയ ചില മേഖലകൾക്കകത്തിൽ പെട്ടുകിടക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വേളയിൽ ദൂത് കൈമാറുന്നു. നിന്റെ മുള്ളുകളെ കണ്ട് നീ വേദനിക്കരുത്, അതൊരു മുൾപ്പടർപ്പായതിൽ നീ ക്ഷീണിക്കരുത്. പക്ഷെ ഇതിന്റെ നടുവിൽ ഒരുവൻ ഇറങ്ങി വന്നിരിക്കുകയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മോശയെ ഉടകൾ ഘടകരകക്ഷസിയാവന, അനവധി മുള്ളുകളുടെ മടുവിലായിരിക്കാം നീ, എന്നാൽ നീ ആളി കത്താൻ പോവാണ്. ഒരു മുള്ളുകൾക്കും നിന്നെ ക്ഷീണം വരുത്താൻ കഴിയാത്ത രീതിയിൽ പരിശുദ്ധാത്മാവ് നിന്നെ ഉപയോഗിക്കാൻ പോകുകയാണ്, നിന്നെ ശക്തീകരിക്കാൻ പോകുകയാണ്. 2024 വരെയുള്ള പല വർഷങ്ങൾ പിന്നിട്ട എന്നെ കേൾക്കുന്ന മാതാപിതാക്കള്, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാര്, ഞാൻ ആത്മമണ്ഡലങ്ങളിൽ വിളിച്ചു പറയട്ടെ. നാളുകൾ നീ ശാസിച്ചിട്ടും പോകാത്ത ചില മുള്ളുകളുടെ മടുവിൽ നിന്ന് അവൻ നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. അവന്റെ സാന്നിധ്യത്തിന്റെ വലിപ്പ് നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോവാ, അവന്റെ ശക്തി വെളിപ്പെടാൻ പോവാ. വിശ്വസിച്ചത് ആമേൻ പറ. ദൂത് കൈമാറുന്നു പരിശുദ്ധാത്മാവ്, ദൂത് കൈമാറുന്നു. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങാൻ പോവാ? അത്യുന്നതനെയും സർവശക്തനെയും യഹോവയെന്ന നാമത്തെയും എന്ന് പറഞ്ഞിട്ട് ഞാൻ ദൈവമായി തന്നെ സങ്കീർത്തനങ്ങളിൽ പറയുക. എന്നെ ആ നിലകളിൽ കാണുന്നവർക്ക് ഞാൻ എൻ്റെ സർവശക്തിയും എൻ്റെ നാമവും വെളിപ്പെടുത്തുമ്പോൾ തന്നെ, ഉടകൾ ഘടകസി ഞാൻ ഉന്നതനായിരിക്കുമ്പോൾ തന്നെ ഞാൻ യഥാർത്ഥ ദൈവമായിരിക്കും, നിങ്ങളെനിക്ക് ജനമായിരിക്കും. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല. യഹോവ റാഫയായി, യഹോവ നിസിയായി, ഉടകാറകൾ ഘടകരകക്ഷസിയാവന, ഓ യഹോവ ശാമയായി, ഉടകാറമന ഘടകസിയാവന. ഓ ഇന്നവൻ്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ലോകമെമ്പാടുമുള്ള സകലരുടെയും പ്രാർത്ഥന കേൾക്കുന്നവർ അവരവരുടെ വിഷയങ്ങളിൽ ഇറങ്ങുന്നത് പോലെ നീ ഇവിടെ ഇരിക്കുന്നവരുടെ വിഷയം തന്നെ, ഈ ലൈവിൽ ശ്രദ്ധിക്കുന്നവരുടെ വിഷയം തന്നെ പലതായിരിക്കുക. ഒരുപക്ഷെ രോഗമായിരിക്കുക, ഒരുപക്ഷെ കടഭാരമായിരിക്കുക, ഒരുപക്ഷെ തലമുറയുടെ സംബന്ധ വിഷയമായിരിക്കുക, ഒരുപക്ഷെ തലമുറയില്ലാത്ത വിഷയമായിരിക്കുക, ഒരുപക്ഷെ ജോലി ചെയ്തിട്ടോ ഉടമന കമ്പനിയിൽ നിന്ന്
ശമ്പളം കിട്ടാത്ത വിഷയമായിരിക്കുക, ഒരുപക്ഷെ ഔദ്യോഗിക തലങ്ങളിലുള്ള വെല്ലുവിളിയായിരിക്കുക, യേശുവിന്റെ നാമത്തിൽ ഒരുപക്ഷെ കുടുംബ പ്രശ്നമായിരിക്കുക, ഇന്നവ ദൈവമായി തന്നെ വെളിപ്പെടുമോ? അഭിഷേകത്തിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ദൈവമേ, 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 ഞാൻ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. അവൻ നിന്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കാൻ പോവാ. അവന് മാത്രമേ നിന്നെ വിടുവിപ്പാൻ കഴിയത്തുള്ളൂ. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാ അവന് മാത്രമേ കഴിയത്തുള്ളൂ. ഓ, രോഗക്കിടക്കയിൽ കിടക്കുന്നവൻ എഴുന്നേൽക്കട്ടെ, ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ എഴുന്നേൽക്കട്ടെ, തലമുറ ഇല്ലാത്തവർക്ക് ഉടമന തലമുറ ഉണ്ടാകട്ടെ. അടകൾ ഘടകശിയാമന അവധിയോധനങ്ങളിൽ പ്രശ്നമുള്ളവർക്ക് വിടുതൽ കിട്ടട്ടെ. പുതിയ വിസ അടിച്ചു കിട്ടേണ്ടവർക്ക് ദൈവകരം ചലിക്കട്ടെ. മറ്റൊരു രാജ്യത്തേക്കുള്ള വഴി ചിലരുടെ മുമ്പിൽ തടയപ്പെട്ടത് തുറന്നു വരട്ടെ. നിന്നതിപ്പോൾ ശരീരത്തോട് പോരാടിയ ചില പൈശാചിക പോരുകൾ ചിലരെ വിട്ടകന്നു പോകട്ടെ. അവൻ രാജാതി രാജാവാണ്, അവൻ കർത്താതി കർത്താവാണ്. സങ്കീർത്തനക്കാരൻ 91 പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് പേടിയില്ല. പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും എനിക്ക് പേടിയില്ല. 27-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകൽ വേളി നിന്നെ ഒരിടത്ത് പേടിപ്പിച്ച് ഒതുക്കിയിടാൻ നോക്കുന്ന അന്ധകാരത്തിൻ്റെ ശക്തിയുടെ മേൽ യാക്കോബേ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ ദൈവ ഉടമന റകൽക്കടകസിയാവന, നീ നദിയിൽ കൂടി കടമ്മ, നദി നിന്നെ മുക്കത്തില്ല. നീ തീയിൽ കൂടി നടന്ന തീ നിന്നെ ദഹിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ ദൈവ അവൻ ഇന്ന് അവൻ്റെ സാന്നിധ്യവുമായി ഇവിടെ വെളിപ്പെട്ടു വരികയാണ്. ഉടകൾ ഘടകരകതനഘടകസിയാമന, ദൈവം പറഞ്ഞതനുസരിച്ച് അടകാറമനഘടകസി ബന്ധിക്കപ്പെട്ടവനായി കടന്നു പോകുന്ന ഉടമന പൗലോസ്, നിന്നെ ഉടമന നിർത്തേണ്ടവിടത്ത് നിർത്തുകയില്ലെന്ന് വാദിക്കുന്ന അന്ധകാരത്തിൻ്റെ ശക്തിയുടെ മേൽ ഉടമനകൾ 14 ദിനരാത്രങ്ങൾ പൊരുതിക്കൊണ്ടിരിക്കുന്ന ഉടമനഘടക മാറി മാറിയുള്ള കാറ്റിൻ്റെ മേൽ, ഉയർന്നു വരുന്ന തിരകളുടെ മേൽ, ഇരുട്ട് നിറഞ്ഞ മേഖലകളുടെ മേൽ നീ ഭയപ്പെടണ്ട. നിനക്ക് ദൈവം തന്നിരിക്കുന്ന ഉടമനഘടകസിയാമന, ഓ ഹല്ലേലൂയ, കാഴ്ചപ്പാടിൽ നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഇടത്ത് ദൈവം തന്റെ ദൂതനെ അയക്കുകയാ. ഭയപ്പെടണ്ട. ഇന്നിവിടെ വന്നിരിക്കുന്നവരോട്, ഈ ലൈവിൽ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ നെഞ്ചിന് വേദന നിന്നെ കൊല്ലത്തില്ല. നിനക്ക് വന്ന സ്ട്രോക്ക് നിന്നെ തകർക്കത്തില്ല. നിനക്ക് വന്നിരിക്കുന്ന സാമ്പത്തികമായ ക്ഷീണം നിന്നെ തകർക്കത്തില്ല. ഭയപ്പെടേണ്ട. സ്വരൂപാവന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം ഏതായാലും ഇന്നത് സമഭൂമിയാകി മാറാൻ പോകുക. സഹോദരി സഹോദരന്മാരെ, ദൈവസഭയെ ഉടകാറമനഘടകസി ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നവര്, നിന്റെ മേൽ അറിയാത്തൊരു കൃപ വ്യാപരിക്കാൻ പോകുക, ഒരു കൃപ പകരാൻ പോകുക. ഉയരങ്ങളുടെ ശക്തി നിന്റെ മൺകൂടാരത്തിന്റെ മേൽ ഇറങ്ങാൻ പോവാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മമണ്ഡലങ്ങൾ സ്തോത്രം ചെയ്യട്ടെ. അഭിഷേകത്തിന്റെ ശക്തിക്കകത്തിൽ എന്റെ ദൈവത്തിന് നന്ദി പറയട്ടെ. ഇന്ന് അസാധാരണമായ ഒരു പകലിന്റെ വേളയാത്ര. നീ തിരിച്ച് സിംഹത്തിന്മേലും ആണലിമേലും ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും ചവിട്ടുക മാത്രമല്ല, നിന്നെ ചവിട്ടി കീഴ്പ്പെടുത്താൻ വന്ന അന്ധകാരത്തിന്റെ ശക്തിയെ, വേഗത്തിൽ സാത്താനെ നിന്റെ കാൽക്കീഴെ ചവിട്ടി മെതിക്കാൻ കഴിയുന്ന
ദൈവം തമ്പുരാൻ പറകയാ, ഈ ദൂത് ശ്രദ്ധിച്ചോ, നിന്റെ ഷുഗർ പിടിച്ച കാല്, നിന്റെ ഉടരമന ഘടകസിയാമന ഹമ്പന വേദന നിറഞ്ഞ യൂറിക് ആസിഡ് ഉള്ള കാലുകൊണ്ട്, നിന്റെ ഉടമന രക്തബാധയും വാദമെന്നും ആമവാദമെന്ന് പറയുന്ന കാലുകൊണ്ട്, നിന്റെ വാർദ്ധക്യം ചെന്നു എന്ന് പറയുന്ന കാലുകൊണ്ട്, ഉടരമന ഘടകസി നീ ചിലതിനെ ചവിട്ടി മെതിക്കുകയാ, നീ ചിലതിനെ ചവിട്ടി മെതിക്കുകയാ. നിന്നെ കീഴ്പ്പെടുത്തുമെന്ന് പറഞ്ഞ്, നിന്നെ തിന്നുകളയുമെന്ന് പറഞ്ഞു വന്ന ഈ 2024 പൂർത്തീകരണം കാണിപ്പിക്കില്ലെന്ന് പറഞ്ഞ് നിന്നെ അവസാനിപ്പിച്ച് കളയുവാൻ മന്ത്രത്തോടും ശുദ്രത്തോടും ആവിചാരത്തോടും കൂടെ വന്ന ചിലതിന്റെ പ്രസാദം സ്വീകരിച്ചു വന്ന അന്ധകാര വ്യാപാരത്തിന്റെ ശക്തിയെ ചില നേർച്ച കാഴ്ചകളോടുകൂടെ നാമം പറഞ്ഞ് വെളിപ്പെട്ടിരിക്കുന്ന ചില പൈശാചിക ബലങ്ങള് നിന്റെ കാൽക്കീഴ് നീ ചവിട്ടി മതിക്കുകയാ. ഒന്നാത്മാവിൽ കയറിക്കോ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ മൗനമായിരിക്കരുത്. ഇന്ന് ദൈവം നിനക്ക് ഒരു ബലം തരികയോ, ശത്രുവിനെ തിരിഞ്ഞ് വരുതി വേണ്ട. ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റിനെ ഒക്കെ നീ അങ്ങ് വലിച്ചു കീറ. ആത്മാവിൽ ഡോക്ടർ നിന്നോട് ചെവിയിൽ പറഞ്ഞ കാര്യമൊക്കെ നീ അങ്ങ് വലിച്ചു കീറ. ആ മരുന്ന് കഴിച്ചില്ലെങ്കിൽ നീ ചത്തുപോകുമെന്ന് പറഞ്ഞ പേടിയുണ്ടല്ലോ. നീ എവിടെ പോയാലും വെയിറ്റ് ഒന്നും പൊക്കരുത്, സൈലന്റ് ആയിട്ടിരിക്കണമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച പേടിയുണ്ടല്ലോ. നീ ആത്മാവിൽ ഇവിടെ ഇരുന്നു കൊണ്ട് നിയമത്തിനകത്തിൽ വലിച്ചു കീറ. അഭിഷേകത്തിന്റെ ശക്തിക്കകത്തിൽ വലിച്ചു കീറ. ആരാ നിന്നെ വാക്കുകൊണ്ട് പേടിപ്പിച്ചിട്ടത്? ആരാ നിന്നെ നോട്ടം കൊണ്ട് പേടിപ്പിച്ചിട്ടത്? ആരാ നിന്നെ ക്ഷീണിപ്പിച്ചിട്ടത്? ഇന്ന് പകൽവേളയിൽ നീ ദൈവാത്മാവിൽ അതിനോട് യുദ്ധം ചെയ്യ്. പൈശാചിക മേഖലകൾ നിനക്ക് മുമ്പിൽ ബലപ്പോകത്തില്ല. നീ ദൈവത്തിന്റെ പൈതലാ, നീ കർത്താവിന്റെ വകയാ. ദൈവം നിന്റെ ശരീരത്തിൽ വെളിപ്പെടുകയോ, ദൈവം നിന്റെ ശരീരത്തിൽ വെളിപ്പെടുകയോ. ഇനി ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഹലോ, ദൈവത്തിൻ്റെ രോഗസൗഖ്യം നീ പ്രാപിച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ സമാധാനം നീ പ്രാപിച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ സർവശക്തി നീ കണ്ടിട്ടുണ്ട്, ദൈവത്തിൻ്റെ നാമം നീ കേട്ടിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അവൻ അത്യുന്നതനാണെന്ന് പല പ്രാവശ്യം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഉടാരമന വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും അവൻ നിമിത്തം ജയം നീ കണ്ടിട്ടുണ്ട്. ഉടകാരമന ഘടകസി. പക്ഷെ ദൈവം ആത്മാവാകും. ഈ ദൈവത്തിന്റെ ആ തേജസ്സിനകത്തിൽ ഇറങ്ങിയാറുണ്ടല്ലോ, നമുക്കത് താങ്ങാൻ പറ്റത്തില്ല. ഹലോ, ദൂതിനകത്തിലേക്ക് ഒരു ആമയും പറഞ്ഞു സ്വോത്രം ചെയ്ത് കയറിയോ. അതുകൊണ്ട് ദൈവം തന്നെ തേജസ് മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ പ്രത്യക്ഷപ്പെടലുകളാണ് നിന്റെ വീട്ടിൽ നീ ദൈവത്തെ കണ്ടെന്ന് പറയുന്നത്, നിന്റെ സഭയിൽ നീ ദൈവത്തെ കണ്ടെന്ന് പറയുന്നത്. ഇനിയും നീ ആ തേജസ്സിൽ ഇപ്പോൾ അല്പം തേജസ് മാത്രമേ നമ്മളിൽ വന്നിട്ടുള്ളൂ. എന്നാൽ പൂർണ്ണ തേജസ് വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നീ അവനെ കാണേണ്ടതുപോലെ കാണുമോ? വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുക. അതിന് ഈ ശരീരം പോരാ. ദൈവത്തെ യഥാർത്ഥമായി കാണാൻ ഈ ശരീരം പോരാ. ആമേൻ പറഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ട് നിന്റെ ശരീരം ദൈവത്തെ പോലെ, ദൈവദൂതന്മാരെ പോലെയുള്ള ശരീരമായി മാറ്റപ്പെടുന്ന ഒരു ദിവസമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ അമർത്യമായതിനെ ധരിക്കണോ? ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ധരിക്കണോ? ആ നാളും നാഴികയ്ക്കുമായി കാത്തിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. സ്വതന്ത്രം ജനക പ്രസംഗിക്കുമ്പോൾ വ്യത്യസ്തമായ ചില കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ യഥാർത്ഥ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങിയാൽ, ദൈവം ഇവിടെ ഇറങ്ങിയാൽ നമുക്കൊന്നും ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല.
അതുകൊണ്ടാണ് 3 ദൂതന്മാർ അബ്രഹാമിന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ ഉടമനഗടകസി 2 ദൂതന്മാരെ സോദോമിലേക്ക് പോയുള്ളൂ ലോത്തിനെ വിടുവിക്കാൻ. പക്ഷെ ഒരുവനെ കണ്ടില്ല, അവൻ ദൈവമാകട്ടോ. അവൻ പ്രത്യക്ഷനായി ഉടമനഗടകസി അവന അതിഥികളെ പോലെ അവൻ അവിടെ ചെന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയാ. നീ ഒന്ന് ആകുലപ്പെട്ടാൽ, നീ ഒന്ന് വേദനപ്പെട്ടാൽ, നീ ഒന്ന് സങ്കടപ്പെട്ടാൽ, നിന്റെ വീട്ടിൽ വന്ന് ചോറ് കഴിക്കുന്നവനാ എൻ്റെ ദൈവം. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. നിന്റെ വീട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നവനാ എൻ്റെ ദൈവം. നിന്റെ മേലുള്ള വാഗ്ദത്തങ്ങൾ നിറവേറ്റാൻ നിനക്ക് ദൂത് കൈമാറുന്നവനാ എൻ്റെ ദൈവം. നിന്നെ ബ്ലസ് ചെയ്തിട്ട് പോകുന്നവനാ എൻ്റെ ദൈവം. അല്പം വേദനിച്ചു പോയ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിലെ അബ്രഹാമിന് വേണ്ടി 18-ാം അധ്യായത്തിൽ അവന്റെ വീട്ടിൽ ചെന്ന് വെയിറ്റ് ചെയ്ത് മരച്ചുവട്ടിലിരുന്ന ദൈവമായ എൻ്റെ ദൈവം. അവൻ ഉണ്ടാക്കി കൊടുത്ത ആഹാരം കഴിച്ചിട്ട് പോയവനാ എൻ്റെ ദൈവം. അവൻ പറഞ്ഞതുപോലെ അടുത്ത ആണ്ടിൽ ഈ നേരത്ത് നിന്റെ ചിരിക്കുന്ന സാറ, ഈ ദൂത് കേട്ട് ചിരിക്കുന്ന സാറ പോലോ ഉടമന ഘടകസി അവന് വിസ്മയം തോന്നത്തക്കവണ്ണ അത്ഭുതം സംഭവിക്കാൻ പോവാ. ദൈവകര ചലിക്കാൻ പോവാ. ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി നന്ദി. കഴിഞ്ഞ ദിവസങ്ങളിൽ 24 വർഷം മക്കളില്ലാത്ത ഒരു കുടുംബം എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 56 വയസ്സോളം ആ വ്യക്തിക്ക് ഇപ്പോഴുണ്ട്. ഈ 56-ാമത്തെ വയസ്സിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ദൂതിനകത്തിൽ തലമുറയെ കാണുന്നില്ല, പക്ഷേ ഞാനൊരു ദൈവത്തിൻ്റെ ദാസൻ എന്ന രീതിയിൽ ഒരു 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 വിശ്വാസ പ്രഖ്യാപനം നടത്താൻ പോവാ. നിങ്ങൾ 2 പേരും വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ അത് വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ആണ്ടിൽ ഈ നേരത്ത് 2 തലമുറ. ഞാൻ എവിടെ പ്രാർത്ഥിച്ചാലും അങ്ങനെ പ്രാർത്ഥിക്കും. സ്തോത്രം. എത്ര പേരുടെ പേരെനിക്ക് എടുത്ത് പറയണമെന്നുണ്ടെന്നറിയാമോ? കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ അദ്ദേഹം ഓടി വന്നു. പാസ്റ്റർ, എനിക്ക് മക്കളില്ലായിരുന്നു. ഞാൻ പാസ്റ്ററിൻ്റെ വീട്ടിൽ വന്ന് കുടുംബമായി ഞങ്ങൾ പ്രാർത്ഥിച്ചു. പാസ്റ്റർ അന്ന് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, 2 മക്കളുടെ അപ്പനാകുമെന്ന്. എൻ്റെ ദൈവം പ്രവർത്തിച്ചിട്ട് എനിക്കിപ്പോൾ 2 മക്കള് ദൈവം തന്നു. ഉടമനെ ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ പറഞ്ഞു, ആ ഫോട്ടോ എനിക്കൊന്ന് തരാൻ പറഞ്ഞു. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് കാണാം, അല്ലെങ്കിൽ പാസ്റ്റർ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവരാമെന്ന് അന്ന് പറഞ്ഞ ദൂതിനനുസരിച്ച് വരാമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നലെ ഞാൻ ഫോട്ടോ മേടിച്ചു. അപ്പൻ 2 മക്കളുടെ കൂടെ സന്തോഷത്തോടെ കിടക്കുന്ന കിടപ്പ്. ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. 13 വർഷമായ കുണ്ടറയിലുള്ള ഒരു സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പറഞ്ഞു, നീ കരയുന്നതെന്താ? ഉടകൾ കിടകസി, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഞാൻ വിശ്വാസ പ്രഖ്യാപനം നടത്തുമ്പോൾ നീ എന്നോട് ചേർന്ന് വരുമോ? അടുത്ത ആണ്ടിൽ ഈ നേരത്ത് ദൈവം നിന്റെ ഉദരത്തിൽ ഒരാണും പെണ്ണുമായി 2 കുഞ്ഞുങ്ങളെ തരാൻ പോവാ. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യ്. തെളിവുണ്ട്, എൻ്റെ കയ്യിൽ ഫോട്ടോയുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട 2 തലമുറകള് ദൈവം അടുത്ത ആണ്ടിൽ തന്നെ അവൾക്ക് കൊടുത്തു. ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ഞാൻ എല്ലാം ഒന്നും വിവരിക്കുന്നില്ല. നിങ്ങളുടെ വിശ്വാസത്തിന്റെ വർധനവിന് വേണ്ടി ആരെങ്കിലും തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിനക്ക് വേണ്ടി കൊച്ചുമക്കൾ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിനക്ക് വേണ്ടി ഞാൻ ഈ ദൂത് കൈമാറുകയാ. നീ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോ നിന്റെ മക്കൾ ഇവിടെ ഇല്ല എങ്കിലോ നിന്റെ പ്രാർത്ഥന ഈ വാചകത്തിൽ ദൈവം കേൾക്കാൻ പോവാ. അവന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവാ. അടുത്ത ആണ്ടിൽ ഈ നേരത്ത് വല്യപ്പച്ചനും വല്യമ്മച്ചിയായി ദൈവം നിന്നെ മാറ്റാൻ പോവാ. നിന്റെ മക്കളെ ഉടമന അപ്പനും അമ്മയുമാക്കി ദൈവം മാറ്റാൻ പോവാ. ആമേൻ പറയാൻ പറ്റുന്ന ദൈവമക്കൾ കരമുയർത്തി സ്തോത്രം ചെയ്. വേഗത്തിൽ അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അത് സംഭവിക്കട്ടെ. അവർ തലമുറയുള്ളവരാകട്ടെ. പ്രാർത്ഥന അങ്ങ് വിശ്വസിച്ചോണം കേട്ടോ. ആമേൻ പറഞ്ഞോണം. എന്നൊക്കെ വിഷയമാണ്. ഞാൻ പ്രസംഗിക്കുന്നിടത്തൊക്കെ ഭൂതങ്ങൾ അലറി ഓടുന്നതും രോഗികൾ സൗഖ്യമാകുന്നതൊക്കെ കാണുമ്പോൾ എൻ്റെ വിശ്വാസം വർദ്ധിക്കുക. ഇന്നും എനിക്ക് ആവേശം വരുന്നത്, ഉടകൾ കടക എൻ്റെ കൂടെ ദൂതന്മാർ നിൽപ്പുണ്ട്. ഞാൻ എൻ്റെ ശരീരത്തിൽ ക്ഷീണം മറന്നാണ് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. ദൈവത്തിന് നിനക്ക് മേൽ വൻകാര്യം ചെയ്യാൻ കഴിയും. ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്.
അതുകൊണ്ട് ഞാൻ ആത്മാവിൽ പറയാ, അവന്റെ പ്രത്യക്ഷത നിനക്ക് തേജസ് മാറ്റിവെച്ചിട്ട് അവനായി തന്നെ വെളിപ്പെടുത്തി കാണിക്കുകയാ. നീ ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട്, നിനക്ക് താങ്ങാൻ പറ്റത്തില്ലെന്ന് അവൻ അറിയാ. മോശയെ സീനായി പർവ്വതത്തിലേക്ക് വിളിച്ചിട്ട് 40 നാൾ കൂടെ ഇരുമ്മ അതേ മോശ പോലും ഇറങ്ങി വന്നപ്പോൾ താങ്ങാൻ കഴിയാത്ത ഒരു തേജസ്സിന്റെ ഉടമയായി മാറിയെങ്കിൽ നീ ദൈവത്തിന്റെ തേജസ്സിലേക്ക്, ദൈവത്തിന്റെ വിടുതലിലേക്ക്, ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് മാറുന്ന ഒരു വലിയ അഭിഷേകം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ചെയ്യുകയാ. ദൈവം നിന്റെ മേൽ ചെയ്യുകയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവന് കൃപ പ്രാപിച്ച ദൈവമക്കളെ, നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാ. നമ്മുടെ ദൈവം സർവശക്തന്. അവന് കാണാൻ കണ്ണുണ്ട് കേട്ടോ, അവന് കേൾക്കാൻ ചെവിയുണ്ട് കേട്ടോ. സ്വർഗമെടുത്ത തീരുമാനമാണ്. ബ്രദർ, വത്സന്റെ അപ്പച്ച, അമ്മച്ചിയെ, സഹോദരി, ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും സ്വർഗമെടുത്ത തീരുമാനത്തിനകത്തിലെ സൃഷ്ടിപ്പ. അതുകൊണ്ട് സൃഷ്ടിപ്പ് തിരിച്ചറിയണം സൃഷ്ടാവിനെ. അന്ധത പിടിച്ച് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഈ സ്തോത്ര ഉടമന ദേശത്തുള്ള സകല ജനത്തിന്റെ മേലും യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കരം ഇറങ്ങിക്കൊണ്ടിരിക്കട്ടെ. ഇവിടെ നിന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഈ ചുറ്റുവട്ടങ്ങളിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. നിന്നെ വിളിച്ചു വേർതിരിച്ച ദൈവം അവരെ വിളിച്ചു വേർതിരിക്കട്ടെ. അവരുടെ അന്ധതകൾ മാറട്ടെ. ഉടമൻ അവരെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന എന്റെ സൃഷ്ടാവിധാണെന്ന് പറഞ്ഞ് മറ്റൊരു ദൈവത്തിൽ കെട്ടിവെച്ചിരിക്കുന്ന കേട്ട് സാത്താന്റെ തന്ത്രം യേശുവിന്റെ നാമത്തിൽ പൊട്ടി മാറട്ടെ. നിങ്ങൾ എത്ര പേര് പ്രാർത്ഥിക്കും? എത്ര പേര് പ്രാർത്ഥിക്കും? ഇന്നലകളിൽ ദൈവമില്ലാത്തവരായി, ഇന്നലകളിൽ പാപികളായി, ഇന്നലകളിൽ ദാഷ്ട്യ സ്വഭാവമുള്ളവരായി, അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞവരാണ് നമ്മൾ. ദൈവമില്ലാത്തവരായി ഉടമനാരകൽക്കടകസി ന്യായപ്രമാണത്തിൽ കുടുങ്ങിക്കിടന്നവരാണ് നമ്മൾ പാപത്തിന് അടിമപ്പെട്ടവരാണ്. എന്നാൽ നമ്മളെ ആദ്യ പാഠങ്ങളിൽ നിന്ന് വിടുവിച്ച് ദൈവത്തിൻ്റെ സമയാസമയങ്ങളിൽ നമ്മൾ ഉറച്ചു നിന്ന പാരമ്പര്യങ്ങളിൽ നിന്ന്, സമ്പ്രദായങ്ങളിൽ നിന്ന് ദൈവം നമ്മെ കൊണ്ടുവന്നെങ്കിൽ, ക്രിസ്തുവിനുള്ളവരാക്കി മാറ്റിയെങ്കിൽ നിങ്ങൾ അവിശ്വസിക്കുകയാണോ? ഇനിയും ഈ ദേശത്തും അനവധി പേർ വിടുവിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വാസത്തോടെ പ്രഖ്യാപനം നടത്തിയ നിങ്ങൾക്ക് വിശ്വസിപ്പാൻ കഴിയുമോ? ദേശത്ത് വാഴുന്ന അന്ധകാരത്തിന്റെ കോട്ടകളെ തകർത്തുകൊണ്ട് ദൈവം നിന്നെ വാഴിപ്പിക്കുമെന്ന് ഞാൻ വിശ്വാസത്തോട് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്കത് ഏറ്റെടുക്കാൻ പറ്റുമോ? എന്നെ കേൾക്കുന്ന ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നവര്, നിങ്ങൾ പാർക്കുന്ന അതേ ഉടമന ഫ്ലാറ്റുകളിൽ നിങ്ങളുടെ മുറികൾക്കപ്പുറവും ഇപ്പുറവും ദൈവ സാന്നിധ്യം നിങ്ങളിൽ കൂടെ വെളിപ്പെടുമെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? എല്ലാ ഭാഷക്കാർക്കും വേണ്ടി ഒറ്റ ദൈവം, എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടി ഒരൊറ്റ ദൈവം. ദൈവത്തിന് ആരോടും പിണക്കമില്ല. ദൈവം ജാതിയും മതം ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. ഏതെങ്കിലും ക്രിസ്ത്യാനികളുടെ മാത്രമല്ല ദൈവം, ദൈവം എല്ലാവരുടേതുമാ. പക്ഷെ ദൈവത്തിൻ്റെ സ്വഭാവവും ദൈവത്തിൻ്റെ താഴ്മയും ദൈവത്തിൻ്റെ ഉടരമനഘടകസി അതേ മനോഭാവവും നമ്മളിൽ വെളിപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാം സ്രഷ്ടാവിനെ തിരിച്ചറിയാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളിൽ, നമ്മുടെ തലമുറകളിൽ പലരുടെയും കണ്ണിനെ കുരുടാക്കിക്കൊണ്ട് അവരുടെ ബുദ്ധിയെ കാർന്നു തിന്നുന്ന അന്ധകാരത്തിന്റെ കെട്ടുപൊട്ടാൽ നീ പ്രാർത്ഥിക്കുമോ? പെന്തക്കോസ്തിൽ വന്ന് സൺഡേ സ്കൂൾ പഠിച്ച കുഞ്ഞുങ്ങൾ എന്തിയെ? ഇവിടെ ചർച്ച് ഓഫ് ഗോഡിന്റെ യൂത്ത് മീറ്റിങ്ങുകളിൽ ശക്തിയോടെ നിന്ന പല കുഞ്ഞുങ്ങളും എന്തിയെ? സഹോദരി സമാജങ്ങൾക്കൊപ്പം കടന്നു വന്ന പ്രിയപ്പെട്ടവരെന്തിയെ? നിന്നോടൊപ്പം നിന്റെ വലിയ കൊച്ചുമക്കളും നിന്നോടൊപ്പം നിന്റെ മക്കളും ഇന്നലകളിൽ കടന്നു വന്ന സഭയിൽ നിന്റെ തലമുറകളെ ഓർത്ത് നീ ദുഃഖിക്കുന്നില്ലേ? പലരും ഉടകാറമനഘടകസി ബുദ്ധിയുടെ കെട്ടിലകപ്പെട്ടിരിക്കുന്നു. പലരും ചില സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പോയിട്ട് അവിടുത്തെ ബന്ധനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു. പലരും സ്തോത്രം ഹല്ലേലൂയ ചില സഹപാഠികളുടെ വാക്കുകളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു.
ചിലർ സയൻസിലേക്ക് കയറിപ്പോയി, ചിലർ ഹിസ്റ്ററിയിലേക്ക് കയറിപ്പോയി, ചിലർ ഉടനവന ബുദ്ധിമണ്ഡലങ്ങളെ വികസിപ്പിച്ചിരിക്കുന്നു. ഇന്നലകളിൽ ദൈവത്തെ ആരാധിച്ചവർ ദൈവമില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ എല്ലാം ദൈവമാണെന്ന് പറയുന്നു. ഒരു ദൈവത്തെ ഒന്നും പറയരുത്. ഞാൻ ചിലയിടങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ വളരെ ഭക്തിയോടൊക്കെ സംസാരിച്ച പലരുടെയും ബന്ധനം അഴിഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം ദൈവമാണ്. ആ കെട്ട് പൊട്ടിയിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണോ? പരിശുദ്ധ ആത്മാവിന്റെ സാന്നിധ്യത്തിനകത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? യഥാർത്ഥ ദൈവം വന്ന് കർത്തൃത്വം നടത്താൻ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? നിന്നെ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന, നിന്നെ ഉടമനെ വളർത്തി വലുതാക്കി, നിനക്ക് കുടുംബജീവിതം തന്ന തലമുറകളെ തമ്മ, നിന്നെ അതത് ദേശങ്ങളിൽ പാർപ്പിച്ച് അതത് സഭകളിൽ നിന്നെ കൊണ്ടുവന്ന് നട്ടിരിക്കുന്ന ദൈവം, ആ ദൈവത്തിന്റെ കണ്ണ് വെട്ടിക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ആകാശമേഘങ്ങളിൽ അത് കൂടുവെച്ചാലും, പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയാലും, സമുദ്രം കടന്നു പോയാലും ദൈവം കയറി പിടിക്കും. ഏത് കുറ്റാക്കുരുട്ടത്ത് കൂടിരുട്ടത്ത് അവർ ഉടമനഘടകസി മറഞ്ഞിരിക്കാൻ ശ്രമിച്ചാലും ദൈവത്തിന്റെ കണ്ണുകൾക്ക് അവർ മറവല്ല. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയേ. അങ്ങനെയാണെങ്കിൽ കൃപ പ്രാപിച്ച ദൈവമക്കളോട് ഞാൻ പറയാം, നാം പ്രാർത്ഥിക്കേണ്ടത് ഈ ദൈവത്തോടാ. നാം പ്രാർത്ഥിക്കേണ്ടത് ഈ ദൈവത്തോട്. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ പ്രാർത്ഥന ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ട്. അപ്പോൾ നിലവിളിക്കേണ്ടത് ദൈവത്തോടാണ്. നാം നിലവിളിക്കേണ്ടത് ദൈവത്തോടാണ്. സ്വത്രം. ഈ പ്രാർത്ഥനയുടെ പര്യായ പദങ്ങളുണ്ട്. അതില് ഒന്നാണ് നിലവിളിക്കുക എന്നുള്ളത്. നിലവിളിക്കുക, അപേക്ഷിക്കുക, പക്ഷപാതം ചെയ്യുക, ചോദിക്കുക. ഇതൊക്കെ പ്രാർത്ഥനയുടെ പര്യായ പദങ്ങളാണ്. ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നീ അപേക്ഷിച്ചാലും, നീ നിലവിളിച്ചാലും, നീ ചോദിച്ചാലും, നീ പക്ഷപാതം ചെയ്താലും അതിന് ഉത്തരം തരാൻ കഴിയുന്നവൻ ദൈവമാ. ഞാനത് ദൈവം അനുവദിച്ചിരുന്നാൽ സമയമുണ്ടെങ്കിൽ വിവരിക്കാം. എന്നാൽ ദൈവത്തോട് നാം നിലവിളിക്കണം. ലോകത്തിലുള്ള സകല ജനവും നിലവിളിക്കേണ്ടത്, ഏത് വംശവും ഏത് ഭാഷക്കാരും നിലവിളിക്കേണ്ടത് ദൈവത്തോടാണ്. പ്രത്യേകിച്ച് ദൈവത്തിന്റെ മക്കൾ നിലവിളിക്കേണ്ടത് ദൈവത്തോടാണ്. എന്നാൽ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്, നാം തൃത്വം മനസ്സിലാക്കുന്നത് കൊണ്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്, നാം ആരുടെ നാമത്തിൽ നിലവിളിക്കണം. അതിനൊരു അടിവര തന്നെ ഇടണം. വേദപുസ്തകത്തിനകത്തിൽ നിന്ന് വായിക്കുക. യോഹന്നാന്റെ സുവിശേഷം 14:14. സോദര, അമ്മച്ചിയൊക്കെ എത്ര ശക്തമായിട്ടാ വചനം വായിച്ചു തരുന്നത്. നീക്കറിയാം നല്ല. അപ്പൊ എത്ര നാളുകൊണ്ട് ഈ വചനത്തിന്റെ ആഴങ്ങളിൽ കിടക്കുകയാണ്. സ്തോത്രം. അമ്മച്ചിക്ക് പ്രത്യേകിച്ചൊരു നന്ദി അറിയിക്കുക. സ്തോത്രം. എന്താ പറയുന്നത്? നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട്, കണ്ടോ കണ്ടോ കണ്ടോ, ഇവിടെ നാം യേശുവിൻ്റെ നാമത്തിൽ യേശു മൂലം ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക്
മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ യേശുവിനോടല്ല പ്രാർത്ഥിക്കുന്നത്, യേശുവിലൂടെ പിതാവായ ദൈവത്തോടാ. മനസ്സിലാവുന്നുണ്ടോ? ഏത് പൈശാചിക മണ്ഡലവും തകരാൻ, ഏത് രോഗവും തകരാൻ, ഏത് പ്രശ്നവും പരിഹരിക്കപ്പെടാൻ നാം ദൈവത്തോട് നിലവിളിക്കുമ്പോൾ യേശുവിന്റെ നാമം പറ, യേശു ക്രിസ്തുവിന്റെ നാമം പറ. ഹലോ, ഉണ്ടോ ഇവിടെ? ഉണ്ടോ ഇവിടെ? ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ ഇവിടെ ഉണ്ടോ? ഉടനമനകട ഇവിടെ ഇരിക്കുന്നവർ ഇവിടെ ഉണ്ടോ? ആമേ പറഞ്ഞ് സ്തോത്രം ചെയ്തോ. ഇത് ഭയങ്കര ദൂത ദൈവമക്കളെ. ഇത് പറയിപ്പിക്കത്തില്ല പിശാച്, ഇത് പറയിപ്പിക്കത്തില്ല. കാരണം പിതാവായ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിയാവ് ദാസരൂപമെടുത്ത് കേവലം മനുഷ്യനായി മനുഷ്യ സാദൃശ്യത്തിൽ ദൂതന്മാരെക്കാൾ താഴ്ച വന്നവനായി ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് കാൽവറിയുടെ മേടുകളിൽ പരമയാഗമായി തീർന്ന പാവങ്ങൾ ഏറ്റെടുത്ത് മനുഷ്യവർഗത്തെ വിടുവിച്ച ഏക മാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ മാമമാ. സ്തോത്രം. യേശു കാൽവരി ക്രൂശിൽ യാഗമായി തീരേണ്ട ഒരു കാര്യവുമില്ല. യേശു ദൈവമാണ്. യേശു പിതാവിനോടുള്ള സമത്വം വിട്ടു, ദൂതന്മാരെക്കാൾ താഴ്ച വന്നു. സ്തോത്രം. കേവലം മനുഷ്യനായി മനുഷ്യ സാദൃശ്യത്തിലായി. അതുകൊണ്ട് സ്തോത്രം, ദൈവമല്ല, അവൻ ജഡത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ പുത്രനായ യേശു പാപം ചെയ്യാത്തവനാകയാൽ, പാപത്തെ വെറുക്കുന്നവനാകയാൽ സ്തോത്രം, അവൻ ദൈവത്തിന്റെ പൂർണ്ണ സ്വഭാവം ഉൾക്കൊള്ളുന്നവനാകയാൽ അവൻ ദൈവത്തോളം തന്നെ ഭൂമിയിലും പരിശുദ്ധനാകയാൽ ആ ശരീരത്തിലാണ് യേശു കർത്താവിന്റെ ശരീരത്തിൽ, യേശുവിന്റെ ശരീരത്തിലാണ് ദൈവം തന്റെ ദൈവത്വം ഭൂമിയിൽ വെളിപ്പെടുത്തിയത്. മരിച്ചവരെ ഉയർപ്പിക്കുന്ന, രോഗികളെ സൗഖ്യമാക്കുന്ന, വ്യാധികളെ അകറ്റിക്കളയുന്ന, നാനാവ്യാധി പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന യേശുവിനെ 3.5 വർഷക്കാലമുള്ള ശുശ്രൂഷകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹലോ, ഹാബി പറഞ്ഞുകൊണ്ടിരിക്കണമേ. നിങ്ങൾ എനിക്ക് ഒരു ഉത്സാഹവും കൂടെ തന്നുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. എന്റെ പ്രിയമുള്ളവർ, ഈ ദൂത് ശ്രവിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോക ചരിത്രത്തിൽ നിന്നെ രക്ഷിപ്പാൻ ആർക്കും തന്നെ സാധിക്കാതിരിക്കുമ്പോൾ, ഇന്നലകളിൽ വീരമൃത്യു വരിച്ചവർക്ക് കഴിയാതിരിക്കുമ്പോൾ, പാവനന്മാർക്കും പണ്ഡിതന്മാർക്കും കഴിയാതിരിക്കുമ്പോൾ, ഉടമനാ ഞാൻ നിന്നെ രക്ഷിക്കുന്നവനെന്ന് പറഞ്ഞവർക്ക് പോലും കഴിയാതിരിക്കുമ്പോൾ, നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, നിന്റെ രോഗത്തിന് സൗഖ്യം വരുത്തുവാൻ, നിന്റെ ശാപത്തിൽ നിന്ന് നിന്നെ വിടുവിച്ചെടുക്കുവാൻ, നിർമ്മലൻ, നിഷ്കളങ്കൻ, നിർദോഷൻ, പാപങ്ങളോട് ബന്ധമില്ലാത്തവൻ, അവൻ തന്റെ സ്വന്തം ശരീരത്തിൽ ഭൂമിയിലും ദൈവത്തെ വഹിച്ചവൻ, ദൈവവുമായി സംഭാഷിച്ചു കൊണ്ടിരുന്നവൻ, പിതാവിന്റെ ഇഷ്ടനിവർത്തി മാത്രം ഭൂമിയിൽ ചെയ്തവൻ, സ്തോത്രം. കാനാവിൽ മറിയവോട് പോലും പറഞ്ഞത്, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ദൈവത്തിങ്കിൽ നിന്ന് വരണം, ഗൈഡൻസ് ദൈവത്തിങ്കിൽ നിന്ന് വരണം.
ഇവിടെ ഒരു രോഗം മാറണമെങ്കിൽ ഗൈഡൻസ് ദൈവത്തിൽ നിന്ന് വരണം. ഇവിടെ ഒരു ഭൂതം പോകണമെങ്കിൽ ഗൈഡൻസ് ദൈവത്തിൽ നിന്ന് വരണോ? ഇവിടെ ആരെങ്കിലും വെടിവെക്കപ്പെട്ട് വരണമെങ്കിൽ ഗൈഡൻസ് ദൈവത്തിൽ നിന്ന് വരണോ? ഇവിടെ ഒരു അത്ഭുതം നടക്കണമെങ്കിൽ ഗൈഡൻസ് ദൈവത്തിൽ നിന്ന് വരണോ? സ്തോത്രം. ഈ ഗൈഡൻസ് ഇല്ലാതെ നമ്മൾ പലരും പലയിടങ്ങളിൽ പല ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. കരുണേ, അതിൻ്റെ അടി നമ്മൾ ഇപ്പോഴും കൊണ്ടുകൊണ്ടിരിക്കുക. അവർ വിടുവിക്കപ്പെടും. പക്ഷേ പിശാചിന് അടിമപ്പെട്ട പലരെയും നമ്മൾ പിശാചിട്ട രോഗങ്ങളെയും കരുണ കൊണ്ട് പോയി ശാസിക്കുമ്പോൾ തിരിച്ചടി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ തലമുറകളും ചില സമയത്തൊക്കെ എനിക്കങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരാറുണ്ട്. പിശാചിൻ്റെ അടുക്കൽ നേരിട്ട് യുദ്ധത്തിന് വന്നിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അടിമപ്പെട്ടതിന് നീ തൊട്ടല്ലയോ എന്ന്. ഇന്ന് ഞാൻ ആത്മാവിൽ പറയട്ടെ, നിങ്ങൾ അങ്ങനെയുള്ള ചില കെട്ടിൽപ്പെട്ടവരാണെങ്കിൽ യേശുവിന് വിട്ടുകൊടേ. നീ ദൈവത്തിൻ്റെ പൈതലാ, അത് നിന്നെ വിട്ടുപോകട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ടും എന്താ കർത്താവേ എന്ന് ചോദിക്കുന്ന വിഷയങ്ങളിൽ ഉടകാറമന ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, നിനക്ക് വേണ്ടി ജീവിക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ടും വഴിതടഞ്ഞ് മാർഗം തടഞ്ഞ് വാതി കെട്ടുന്ന പൈശാചിക പോരുകൾ എന്നെയും നിന്റെ തലമുറകളെയും നോട്ടമിട്ട് വാഴുന്ന വ്യാപാരത്തിന്റെ കെട്ടിന്റെ മേൽ ദൈവത്തോട് പറ, കർത്താവേ കരുണ കൊണ്ട് ഞാൻ ചിലയിടങ്ങൾ നിന്റെ നാമത്തിൽ വെട്ടിയിട്ടുണ്ട്, അതൊക്കെ വിടുവിക്കപ്പെട്ടിട്ടുണ്ട്. എന്നോടും എൻ്റെ കുടുംബത്തോടും അത് പൊരുതുമല്ല, അവന്റെ ജയം വരണമേ അമ്മ. നീ പ്രാർത്ഥിച്ചോ? ദൈവം ചില വിടുവലുകൾ കൽപ്പിച്ചാക്കാൻ പോവാ. എന്റെ കർത്താവ് പിതാവിനോടുള്ള സമത്വം വെടിഞ്ഞ് ഇവിടെ വന്നത്, സ്തോത്രം, എനിക്കും നിനക്കും വേണ്ടി മരിപ്പാനും എന്നെയും നിന്നെയും സ്വർഗീയ പൗരന്മാരാക്കി തീർക്കാനും എനിക്കും നിനക്കും സ്വർഗത്തിലെ സകലവിധമായ അനുഗ്രഹങ്ങളും ഈ ഭൂമിയിൽ കൈമാറിയിട്ട് ഉടകാറമനകടകസി ദൈവത്തിന്റെ കൂട്ടമാക്കി മാറ്റാനും ഇവിടുത്തെ ശത്രുവിന്റെ തലയെ തകർക്കാനും പിതാവിന്റെ കോപത്തെ പിടിച്ചു കെട്ടാനും സ്വന്തം ശരീരത്തിൽ പാപം ഏറ്റെടുക്കാനും മരിക്കാനും തയ്യാറായിട്ടാണ് പുത്രൻ ഈ ലോകത്തിൽ വന്നത്. അതിന് ജഡത്തിൽ വന്നേ പറ്റത്തുള്ളൂ. നിന്നെ പോലെ വന്നേ പറ്റത്തുള്ളൂ. നിന്നെ പോലെ സംസാരിക്കുന്ന, എന്നെ പോലെ സംസാരിക്കുന്ന, നമ്മളെപ്പോലെ വിശക്കുന്ന, നമ്മളെപ്പോലെ വസ്ത്രം ധരിക്കുന്ന, നമ്മളെപ്പോലെ ബുദ്ധിയുള്ള ഒരുവൻ, അത് യേശു മാത്രമായിട്ട് അവൻ പിതാവിനോടുള്ള സമത്വം വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് വന്നപ്പോൾ അവൻ ചിലതിന്റെ മുമ്പിലൊക്കെ നിൽക്കേണ്ടി വന്നു. അച്ഛന്റെ മകനെന്നും വേശ്യയുടെ പുത്രനെന്നും വഴിയമ്പലങ്ങളിൽ കാണപ്പെട്ടവനെന്നും ഈറ്റുശീലകളാൽ പൊതിയപ്പെട്ടവനെന്നും ഒക്കെ അവന് വെല്ലുവിളികളുണ്ടായി. അവനെതിരെ ഒത്തിരി പോരുകളും ഒത്തിരി വിമർശനങ്ങളും അവൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ശുശ്രൂഷകൾക്കെതിരെ ഒരുപാട് പേർ, സ്വന്തം സഹോദരങ്ങൾ പോലും അവനെതിരെ സംസാരിച്ചു. ഭൂതങ്ങളുടെ തലവനെന്ന് പോലും അവനെതിരെ പറഞ്ഞിട്ടുണ്ട്. അവന് ഭ്രാന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവന്റെ ശുശ്രൂഷകളെ വിലക്കാൻ മുന്നോട്ട് ചിലർ വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടിയാണ് യേശു മുഷ്ടി ചുരുട്ടി ഇടിയേൽക്കപ്പെട്ടത്. നമുക്ക് വേണ്ടിയാണ് യേശു കർണ തടിയേൽക്കപ്പെട്ടത്. നമുക്ക് വേണ്ടിയാണ് യേശുവിന്റെ തലയിൽ മുൾക്കിരീടം അണിയപ്പെട്ടത്. നമുക്ക് വേണ്ടിയാണ് അവൻ മാറി മാറി ചില വാഴ്ചകളുടെ മുമ്പിൽ നിൽക്കേണ്ടി വന്നവ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നമുക്ക് വേണ്ടിയാണ് അവൻ തന്റെ ശരീരം ചീന്തി തന്നത്. നമുക്ക് വേണ്ടിയാണ് ഇരു കള്ളന്മാരുടെ മടവിൽ അവൻ ക്രൂശിൽ നിൽക്കേണ്ടി വന്നത്. നമുക്ക് വേണ്ടിയാണ് അവൻ കൈകാലുകളിൽ ആണിയേറ്റത്. നമുക്ക് വേണ്ടിയാണ് അവൻ വിലാപ്പുറത്ത് കുത്തേറ്റത്. അപ്പോഴും അവൻ സൈലന്റാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എല്ലാം സഹിക്കാൻ വന്നവൻ, എല്ലാം സഹിക്കാൻ തയ്യാറായി വന്നവൻ ആ സമർപ്പണത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല എന്നർത്ഥം. ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വേദപുസ്തകം പറയുന്നു, സ്വന്തം പുത്രനെ ആദരിയാതെ അവൻ നമ്മെ ആദരിക്കുകയായിരുന്നു. ആര്? പിതാവായ ദൈവം. പഴയ നിയമഭക്തന്മാർക്ക് വേണ്ടിയൊക്കെ ദൂതനെ അയച്ചിട്ടുണ്ട്.
പുതിയ നിയമത്തിൽ യേശു കർത്താവ് ഈ താണലോകത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ എത്രയെത്ര വെല്ലുവിളികളാണ് തനിക്ക് നേരിട്ടത്. അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വീര്യപ്രവർത്തികൾക്കും ഒക്കെ കാരണഭൂതനായി അനേകർക്ക് സൗഖ്യം കൊടുത്ത യേശുവിനെ രക്ഷിക്കാൻ വിടുതൽ പ്രാപിച്ചവർക്ക് കഴിഞ്ഞു. അവരവന്റെ കൂടെ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുത്ത ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. ദശക്കണക്കിന് ദൂതന്മാർ ഉള്ളിടത്തുനിന്ന് ഒരൊറ്റ ദൂതനെയെങ്കിലും പിതാവായ ദൈവം അയച്ചോ? പിതാവ് പോലും അവനെ കൈവിട്ടില്ലേ? അവ ആർക്കു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടിയാ. ഇങ്ങനെ നമുക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങൾ അനുഭവിച്ച മറ്റൊരാളില്ലാത്തത് കൊണ്ട്. സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ വീട്ടിൽ, നിന്റെ ശരീരത്തിൽ, നിന്റെ നാവിൽ ഉയർന്നിരിക്കുന്ന ഒരു നാമമേ ഉള്ളൂ. അനേകർ ഇപ്പോഴുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പോലും, കഴിവുള്ളവരെ പോലും ദൈവമാക്കി നാവിൽ ഉച്ചരിക്കുമ്പോ എനിക്കും നിനക്കും പറയാൻ ഒരൊറ്റ നാമമേ ഉള്ളൂ. ആ നാമം ഏതാണെന്ന് ചോദിച്ചാൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും പടങ്ങുന്ന നാമം. പിതാവായ ദൈവം ഏറ്റവും അധികം ഉയർത്തി പറഞ്ഞ നാമം. ആ നാമം ഏതാണ്? യേശുവിന്റെ നാമം. യേശുവിന്റെ നാമം പറയുമ്പോൾ തന്നെ ചില കെട്ടുപൊട്ടുകയാ. ഈ യേശുവിന്റെ നാമം പറയുമ്പോൾ തന്നെ ചില ബന്ധനങ്ങൾ അഴിയുകയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ആരാധിച്ചു കൊണ്ടിരിക്കുക. ഈ യേശുവിന്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കുകയാ. കരങ്ങൾ തട്ടി ആരാധിച്ചു കൊണ്ടിരുന്നാട്ട്, ആ കരങ്ങൾ തട്ടി സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ട് ഇന്ന് യേശുവിന്റെ നാമം നിന്റെ ശരീരത്തിൽ വെളിപ്പെടട്ടെ. നിന്റെ ശരീരത്തിൽ വെളിപ്പെടട്ടെ. നിന്റെ ശരീരത്തിൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ മരണത്താൽ നമുക്ക് ജീവനുണ്ടായി. യേശുവിന്റെ മരണത്താൽ നമുക്ക് നിത്യജീവനുണ്ടായി. പൗലോസ് പറയുന്നത്, യേശു മരിച്ചത് എനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിച്ചിട്ട് യേശുവിന്റെ മരണത്തെ ഞാൻ എൻ്റെ ശരീരത്തിൽ അടക്കം ചെയ്തു. എന്റെ സഹപ്രവർത്തകർക്കും ഞാനത് കാട്ടി. അവരും അവരുടെ ശരീരത്തിൽ യേശുവിന്റെ മരണത്തെ അടക്കം ചെയ്തു. സാധാരണ മരിക്കുന്നവരുടെ ശരീരം അടക്കം ചെയ്യുന്നത് എവിടെയാ? ജോസഫ് പോലും യേശുവിന്റെ ശരീരം കൊണ്ടുപോയി അന്നത്തെ നാടുവാഴികളുടെ കയ്യിൽ നിന്നും മേടിച്ച് അവന്റെ കല്ലറകളിൽ അടക്കി. എന്നാൽ യേശു കല്ലറകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. യേശുവിന്റെ കല്ലറയുടെ വാതിക്കൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മധുരക്കാരെത്തി മറിയ. അവൾക്ക് യേശു വെളിപ്പെട്ടിട്ട് അവളെ മറിയ എന്ന് വിളിച്ചു. സ്തോത്രം. ഞാൻ ദൈവമക്കളോട് ഞാൻ പറയാം, ഈ യേശു ജോസഫിന്റെ കല്ലറയിലല്ല അടക്കം ചെയ്യപ്പെടേണ്ടത്. യേശുവിന്റെ മരണം നിന്റെ ശരീരത്തിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കണം. യേശുവിന്റെ നാമം നിന്നിൽ. യിരെമ്യാവ് പറഞ്ഞു, ദൈവത്തിന്റെ വചനം എനിക്ക് വെളിപ്പെടുന്നതൊക്കെ ഞാൻ വെളിപ്പെടുത്താതെ എൻ്റെ ശരീരത്തിൽ തന്നെ അടക്കം ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്നില്ലെന്ന്. കൃപ പ്രാപിച്ചവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ആബൽ ഘടകശയാവന. ഇന്ന് പകൽവേളയിൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, നിനക്ക് ജീവൻ ഉണ്ടാകാൻ. പൗലോസ് പറയാണ്, അതേ ജീവൻ നിങ്ങളിൽ നിൽക്കാൻ ഞങ്ങൾ അടക്കം ചെയ്ത ക്രിസ്തുവിന്, യേശുവിന് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ അടക്കം ചെയ്യുക.
പ്രൗഢം വേദം ജഗനം പ്രകനം ഉടകൾ ഘടകരകമന. ആ ശരീരം ഒന്ന് കാട്ടിക്കൊണ്ട് ദൈവത്തിന്. പുത്രൻ തമ്പുരാൻ ഒന്ന് കയറട്ടെ. പുത്രൻ തമ്പുരാൻ ആ ശരീരത്തിലൊന്ന് കയറട്ടെ. അവന്റെ മരണത്തെ നീ ഒരു പ്രേതമായി കാണരുത്. അവന്റെ മരണത്തെ നീ മറ്റൊന്നായി കാണരുത്. അവന്റെ മരണം നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനാ, നിന്റെ ശാപത്തിന്റെ വിടുതലിനാ, നിന്റെ അകൃത്യങ്ങളുടെ വിടുതലിനാ. എന്റെ അടിപ്പിടലുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നുവെന്ന് അരുളി ചെയ്ത നസ്രയനായ യേശുവിന്റെ നാമത്തിൽ നിന്റെ പാപരോഗവും മാറും, നിന്റെ ശാരീരിക രോഗവും മാറും. ഇനി നീ പാപിയല്ല, നിന്നിൽ പാപം വരാം. പക്ഷെ നീ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് കരുണ ലഭിക്കാൻ ക്രൂശിപ്പെടുത്തിക്കുക. ആത്മാവിൽ സ്വതന്ത്ര ഈ ദൂതിന്റെ ആഴത്തിലേക്ക് നിങ്ങൾ കയറിച്ചല്ലേ. ഉടകൾ ഘടകം നിന്റെ ശരീരം ദൈവത്തിന് വിട്ടുകൊട, നിന്റെ ശരീരം ദൈവത്തിന് കാട്ടിക്കൊട. ഉടകൾ ഘടകരകമന. ഉടകൾ യേശുവിന്റെ മരണം എനിക്ക് ജീവനാ, എന്റെ ശരീരത്തിൽ ജീവനാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് പ്രത്യേക എനർജിയാ പാസ്റ്ററെ. എന്റെ കൊളസ്ട്രോൾ മാറുകയാ, എന്റെ BP മാറുകയാ, എന്റെ ഷുഗർ മാറുകയാ, എന്റെ അൾസർ മാറുകയാ, എന്റെ സ്ട്രോക്ക് മാറുകയാ, എന്റെ ട്യൂമർ മാറുകയാ. യൂറിൻ ഇൻഫെക്ഷനുകൾ മാറുകയാ, അടിവയറുകളുടെ വേദനകൾ മാറുകയാ. പ്രാർത്ഥിക്കാൻ തടസ്സമിടുന്ന പൈശാചിക കെട്ടുകൾ പൊട്ടുകയാ. ആത്മാവിൽ കയറിക്കോ, ആത്മാവിൽ കയറിക്കോ, ആത്മാവിൽ കയറിക്കോ. വചനം കത്തട്ടെ, വചനം കത്തട്ടെ. അഭിഷേകത്തിന്റെ ശക്തി നിങ്ങളിൽ വ്യാപരിക്കട്ടെ. ഇന്ന് പകൽ വേളയിൽ നിങ്ങളെ പിടിച്ചു കെട്ടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. മന്ത്രവാദങ്ങൾക്ക് കഴിയത്തില്ല, ശുദ്രങ്ങൾക്ക് കഴിയത്തില്ല, ആവിചാരങ്ങൾക്ക് കഴിയത്തില്ല, ഒരു നാമങ്ങൾക്കും കഴിയത്തില്ല, ഒരു പുണ്യസ്ഥലത്തിനും കഴിയത്തില്ല, ഒരു പുണ്യവാളന്മാർക്കും കഴിയത്തില്ല. ക്രിസ്തുവിൽ വേരൂന്നി ആത്മീയ വർധനവ് പ്രാപിച്ച് നിങ്ങൾക്ക് ഉപദേശിച്ച് തരുന്നതിനൊത്തവണ്ണം ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ആത്മമണ്ഡലങ്ങൾ ശക്തിപ്പെട്ടു. അതുകൊണ്ട് യേശുവാണ് ഈ താണലോകത്തിൽ നിങ്ങളുടെ പാപം ഏറ്റെടുക്കാൻ, നിങ്ങളുടെ അകൃത്യം ഏറ്റെടുക്കാൻ, നിങ്ങളുടെ ശാപം ഏറ്റെടുക്കാൻ യേശുവാണ് ഈ ലോകത്തിൽ വന്നതും. യേശുവാണ് തൻ്റെ ശരീരം 33 തിരുവയസ്സിൽ ഒരു നല്ല യൗവന പ്രായത്തിൽ എനിക്കും നിനക്കും വേണ്ടി ഉടമന നിന്നയ്ക്കും അവമാനത്തിനും പീഡനങ്ങൾക്കും വിട്ടുകൊടുത്തതും അവസാന തുള്ളി രക്തം വരെയും ഈ യേശുവാണ് നമുക്ക് വേണ്ടി ഊറ്റിത്തന്നതും. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്തു യാചിച്ചാലും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന്. അപ്പൊ പിതാവ് ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പുത്രൻ മൂലം തരുന്ന വിടുതൽ, അത് പുത്രനാ റിസൾട്ട്. ഹലോ, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഒരിടത്തും ഇനിയും പുത്രൻ ലജ്ജിക്കാൻ പിതാവ് ആഗ്രഹിക്കുന്നില്ല. ഒരിടത്തും പുത്രനെ തല കുനിക്കാൻ വലിയ ജഡ്ജ്മെന്റ് കിടക്കുക. രഹസ്യ പ്രത്യക്ഷതയും പരസ്യ പ്രത്യക്ഷതയും. രഹസ്യ പ്രത്യക്ഷതയിൽ മണവാട്ടി എടുക്കപ്പെടും, പരസ്യ പ്രത്യക്ഷതയിൽ എഴുന്നേൽക്കേണ്ടതല്ല എഴുന്നേൽക്കും. ഒരു സിംഹാസനത്തിന് മുമ്പിൽ നിർത്തുന്ന ഒരു വലിയ ജഡ്ജ്മെന്റ്, വലിയൊരു ന്യായവിധിയുടെ ദിവസം കിടക്കുകയാ. അതിൽ അന്ന് പൂർണ്ണ ബഹുമാനവും പുത്രന് തന്നെയായിരിക്കും.
എന്നാൽ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിന് ഇപ്പോൾ പിതാവ് തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി അവൻ ലജ്ജിക്കത്തില്ല, ഇനി അവൻ തലകുനിക്കത്തില്ല. യേശുവിന്റെ നാമം പറയുന്ന ഒരൊറ്റ വ്യക്തി പോലും ഏത് പ്രശ്നമാണെങ്കിലും വിടുവിക്കപ്പെടണമെന്ന് പിതാവ് തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കുറിച്ച് ഇത്രമാത്രം കരുതലുണ്ടെങ്കിൽ, നിങ്ങളുടെ കൊച്ചുമക്കളെ കുറിച്ച് ഇത്രമാത്രം കരുതലുണ്ടെങ്കിൽ, പിതാവായ ദൈവത്തിന്റെ കരുതൽ എത്ര വലുതാ. ഉടമന എല്ലാ മാമത്തിനും മേലായ മാമ ഉയർത്തിയിട്ട് പുത്രനിൽ കൂടെ ആരപേക്ഷിച്ചാലും അതിന് വിടുതൽ തരാൻ ഒരുവൻ ഇങ്ങനെ നിൽക്കുകയാ. എന്തിനാണെന്നറിയാമോ? പുത്രൻ മഹത്വപ്പെടേണ്ടതിന്. പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് നിങ്ങൾ സൗഖ്യമാകും, നിങ്ങൾ വിടുവിക്കപ്പെടും. ശത്രു ജയിക്കാൻ അവൻ അനുവദിക്കത്തില്ല. ഇനിയും നിന്റെ തലയ്ക്ക് മുകളിൽ ശത്രു കയറാൻ അവൻ അനുവദിക്കത്തില്ല. ക്രൂശിലെ മരണത്തോളം അവൻ നിനക്ക് വേണ്ടി പൂർണ്ണ അനുസരണ കാണിച്ചെങ്കിൽ, സ്വന്തം താളിൽ അവൻ തല ചായ്ച്ചു മരിച്ചെങ്കിൽ, ഓ ലോർഡ് ജീസസ്, ഈ പ്രസംഗം ആത്മാവിൽ ഒന്ന് ഉൾക്കൊണ്ട് കയറി വാ. ഇനിയും ഒരു പീലാത്തോസിന്റെ മുമ്പിലോ, ഇനി അവനൊരു വിസ്താരത്തിന് മുമ്പിലോ അവൻ തലകുനിക്കത്തില്ല. ഇനിയും സാത്താന്റെ വാദത്തിൽ അവൻ തലകുനിക്കത്തില്ല. ദൈവരാജ്യം വന്നു കഴിഞ്ഞു. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. യോഹന്നാൻ അതേ പത്തായിയുടെ സുവിശേഷത്തിൽ സ്വർഗരാജ്യം 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 എന്ന് പറയുമ്പോൾ മാർക്കോസും ലൂക്കോസും ദൈവരാജ്യം ദൈവരാജ്യം എന്ന് പറഞ്ഞത് ഭക്ഷണമല്ല, പാനീയമല്ല, ഒരിക്കലും ലജ്ജയില്ലാത്ത, അപമാനമില്ലാത്ത, ഒരിക്കലും ഉടമന പരാജയമില്ലാത്ത, ഒരിക്കലും ക്ഷീണമില്ലാത്ത ഒരു രാജ്യമാണ്. അത് സ്വർഗീയ രാജ്യമാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അതിലെ അംഗങ്ങളായി തീർന്ന മക്കളാണ് നമ്മൾ, അതിലെ കൂട്ടവകാശികളാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ പുത്രനാണ് ഇവിടെ എല്ലാ നാമത്തിനും മേലായ നാമത്താൽ ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് പുത്രനോട് നാം യാചിച്ചാൽ, പുത്രൻ മൂലം നാം യാചിച്ചാൽ, പുത്രൻ മൂലം നാം പ്രാർത്ഥിച്ചാൽ, എന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് യാചിച്ചാലും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന്. അപ്പോൾ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിലൊക്കെ പറയുന്നത്, നമ്മളെ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിടുവിച്ച പിതാവായ ദൈവത്തിന് പുത്രൻ മുഖാന്തരം സ്തോത്രം ചെയ്യുന്നവരാകണം. പുത്രൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അന്ധകാരത്തിൽ നമ്മൾ അത്ഭുത പ്രകാശത്തിലേക്ക് വിടുവിച്ച പിതാവായ ദൈവത്തിന്റെ കരുണ പുത്രൻ മുഖാന്തരം നമ്മളിൽ വന്നതുകൊണ്ട് നമ്മൾ സ്തോത്രം, പുത്രൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം. അങ്ങനെയാണെങ്കിൽ കൃപ പ്രാപിച്ച ദൈവമക്കളോട് ഞാൻ പറയുന്നു, ഉടക റമന ഘടകസി, നീയോ നിന്റെ തലമുറയോ ദൈവസഭയോ നിന്റെ മിനിസ്ട്രിയോ ഒരിടത്തും തലകുനിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. യാചിക്കേണ്ടതുപോലെ, അപേക്ഷിക്കേണ്ടതുപോലെ, ചോദിക്കേണ്ടതുപോലെ, നിലവിളിക്കേണ്ടതുപോലെ നാം നിലവിളിപ്പാനും യാചിപ്പാനും തയ്യാറാകുക. ഒരുപക്ഷെ നീ പ്രവാചകനായിരിക്കില്ല, പ്രവാചകിയായിരിക്കത്തില്ല, ഇടയനായിരിക്കത്തില്ല, ഉപദേഷ്ടാവായിരിക്കത്തില്ല, നീ ഒരു അപ്പോസ്തലൻ പോലും ആയിരിക്കത്തില്ല, നീ ഒരു സാധാരണ വിശ്വാസിയായിരിക്കാം. ഒരുപക്ഷെ ദീർഘനാളുകളുടെ പഴക്കം നിനക്കുണ്ടായിരിക്കാം, ഒരുപക്ഷെ ഇന്നലകളിൽ വന്ന വ്യക്തിയായിരിക്കാം. ഈ ശബ്ദപരിധിക്കകത്തിൽ എന്നെ ശ്രമിക്കുന്നവർ അങ്ങനെയുള്ളവരായിരിക്കാം. പക്ഷേ ഞാൻ ആത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, നിങ്ങൾ തലകുനിക്കുന്നത് പുത്രന് ഇഷ്ടമല്ല. എന്തിന് നമ്മുടെ ഹൃദയം കലങ്ങുന്ന പോലെ തന്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട് ഈ
യേശു കർത്താവിന്റെ ജനനത്തെക്കുറിച്ചും യേശു കർത്താവിന്റെ മുന്നോട്ടുള്ള ശുശ്രൂഷകളെ കുറിച്ചും നീണ്ട അധ്യായങ്ങളിലൊക്കെ മത്തായി, മർക്കോസ്, ലൂക്കോസ് ഒക്കെ പറയുമ്പോഴും യോഹന്നാൻ യേശുവിന്റെ അവസാന പ്രസംഗമൊക്കെ കുറെ അധ്യായങ്ങളിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ആ അധ്യായങ്ങളിൽ പെട്ടതാണ് യോഹന്നാൻ 13-14 വരുമ്പോൾ യേശു തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിക്ക്, എൻ്റെ പിതാവിലും വിശ്വസിക്ക്, ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി വാസസ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് പിന്നെയും നിങ്ങളെ വന്ന് എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് മുന്നമേ കൂട്ടി പറയുമായിരുന്നു. ഞാൻ കള്ളം പറയുന്നവനല്ല. സ്വർഗമില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയുമായിരുന്നു. ഈ ഭൂമിയിൽ തന്നെയാണ് സ്വർഗമെങ്കിൽ അങ്ങനെ പറയുമായിരുന്നു. ഇരിപ്പിടം ഈ ഭൂമിയിൽ തന്നെ ആയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ പറയുമായിരുന്നു. ഞാൻ കള്ളം പറയത്തില്ല. ഒരിക്കൽ മദ്ദലക്കാരത്തി മറിയ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ തൊടാൻ ചെന്നു, കെട്ടിപ്പിടിക്കാൻ ചെന്നു. ഇന്നലകൾ ജഡത്തിൽ നിന്നതുപോലെ ഉടമൻ അവനോട് ചേർന്നിരിപ്പാൻ തയ്യാറായി. പക്ഷെ ഉയർത്തെഴുന്നേറ്റവൻ പറഞ്ഞു, ഇനിയും എന്നെ തുടരുത്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ആർക്കും തൊടുവാൻ കഴിയാത്ത ഒരു തേജസ്സിനകത്തിലേക്ക്, ഒരു ദൈവ പദത്തിലേക്ക് എൻ്റെ കർത്താവ് മാറ്റപ്പെട്ടു. വിശ്വസിക്കുന്നവർ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ കരയുന്ന ഉടകാരമന ശിഷ്യന്മാരോട് പറയുക, 3.5 വർഷക്കാലം എൻ്റെ കൂടെ മടം ഉടമനാ, ഞങ്ങൾക്ക് എൻ്റെ സ്നേഹം പിടിച്ചു പറ്റിയവര്, നിങ്ങൾ കരയരുത്. ഞാൻ നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കാൻ വരാൻ പോകുകയാ. ഞാൻ നിങ്ങൾക്ക് കൊട്ടാരം ഒരുക്കിയിട്ട് നിങ്ങൾക്ക് ആ കൊട്ടാരത്തിൽ നിങ്ങളെ ഇരുത്താൻ ഞാൻ വരാൻ പോകുകയാ. പറയുന്നത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. കർത്താവിനറിയാം, പച്ചമരത്തോട് ഇങ്ങനൊക്കെ ചെയ്തെങ്കിൽ ഉണക്കമരത്തോട് എത്ര അധികമെന്ന്. പ്രാപിച്ചവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. പച്ചമരം കർത്താവാ. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരവനെ കൈക്കൊണ്ടില്ല. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഒരുപാട് പീഡകളും കഷ്ടങ്ങളും കാർക്കിച്ചു തുപ്പലുകളും ഒക്കെ ഏറ്റതാണ്. അവൻ അടിയും ഇടിയും ഒക്കെ ഏറ്റതാണ്. അതുകൊണ്ട് കർത്താവിനറിയാം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ പിതാവിനോട് ചോദിച്ച് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ തരും. ഞാൻ പോയി വരുന്നത് വരെ സഭയെ നയിക്കാൻ, എന്റെ വരവ് വരെ എന്റെ മണവാട്ടിക്ക് സംരക്ഷണം തരാൻ, ഈ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെടേണ്ടവന് ഞാൻ പരിശുദ്ധാത്മാവിനെ തരും. ശ്രദ്ധിച്ചോ? പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തോട്, പ്രാർത്ഥിക്കേണ്ടത് യേശുവിന്റെ നാമം മൂലം, യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ പ്രാർത്ഥിച്ചു നോക്കണം. യേശുവിന്റെ നാമത്തിൽ എൻ്റെ രോഗം മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ എൻ്റെ ബന്ധനം വഴിയട്ടെ, യേശുവിന്റെ നാമത്തിൽ എൻ്റെ കെട്ടുപോട്ടട്ടെ എന്ന് നിങ്ങൾ യേശുവിന്റെ നാമം പറഞ്ഞ് പിതാവെങ്കിലേക്ക് കയറിച്ചില്ലേ? ഹലോ, മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ പിതാവ് എഴുന്നേൽക്കും, ദൈവം എഴുന്നേൽക്കും. പിതാവിന്റെ വലതുഭാഗത്ത് നല്ലൊരു അഡ്വക്കേറ്റ് ഇപ്പോഴും കോടാലിയെടുത്ത് വെട്ടല്ലേ എന്ന് പറഞ്ഞ് നിൽക്കുക. എന്റെയും നിന്റെയും അപേക്ഷ സ്വീകരിച്ച് പിതാവെ അതങ്ങ് നടത്തിക്കൊടെന്ന് പറയാൻ നിൽക്കുക. എന്റെ ചങ്കിലെ ചോരയാ ഇരുന്ന് ആരാധിക്കുന്നവ, ഇരുന്ന് സ്തുതിക്കുന്നവ, എന്റെ ചങ്കിലെ ചോരയാ. അവരുടെ കുറവ് വെച്ച് ശിക്ഷിക്കരുതെന്ന് പറയാ. പിതാവിന്റെ വലതുഭാഗത്ത് അവൻ നിൽക്കുകയാ. അതുകൊണ്ട് സ്തോത്രം, നമുക്ക് പ്രാർത്ഥനയ്ക്ക് ശക്തി പകരുന്നത് ബോൺവിറ്റ അല്ല. രാവിലത്തെ 2 മുട്ടയും 1 കപ്പ് പാലുമല്ല. 3-4 നേരത്തെ ഭക്ഷണമല്ല. ഏതെങ്കിലും പ്രസ്ഥാനങ്ങളല്ല, ഏതെങ്കിലും പ്രവാചകന്മാരല്ല. നമുക്ക് ശക്തി പകരുന്നത്, പ്രാർത്ഥിക്കാൻ ശക്തി പകരുന്നത്, പ്രാർത്ഥിക്കുവാൻ നമ്മളെ ഉത്സാഹിപ്പിക്കുന്നത്,
നമുക്ക് പോലും പ്രാർത്ഥിക്കാൻ കഴിയാത്ത സമയത്ത് പ്രാർത്ഥന ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നത് അത് പരിശുദ്ധാത്മാവാം ദൈവമാണ്. അപ്പോൾ നിങ്ങള് ക്ഷീണിതരാണ്, വേദനയുള്ളവരാണ്. പക്ഷേ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ജഡത്തിൽ നിങ്ങൾ ഉറങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ യേശുവിൻ്റെ നാമം മൂലം പ്രാർത്ഥിക്കുമ്പോൾ ചില സമയത്ത് കഷ്ടാനുഭവങ്ങളെ മറക്കാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ സമ്മർദ്ദങ്ങൾ, സാഹചര്യങ്ങൾ, നിങ്ങളുടെ അവസ്ഥകൾ പലപ്പോഴും നിങ്ങൾക്ക് ഭ്രാന്ത് പോലും പിടിപ്പിക്കുന്ന മേഖലകളാണ്. ദൈവമില്ലാതെ ഒരു സമയം പോലും നമുക്ക് നിൽപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ട് നിന്റെ കണ്ണിൽ കണ്ണുനീര് വന്ന് നീ വേദനിക്കാതിരിപ്പാൻ, നീ ചിന്തിച്ചു കൂട്ടി മാനസിക സംഘർഷങ്ങൾക്ക് അടിമയാകാതിരിപ്പാൻ, എപ്പോഴും പുത്രൻ തമ്പുരാനെ മഹത്വപ്പെടുത്തേണ്ടതിന്, എപ്പോഴും പുത്രനോട് പ്രാർത്ഥനയിൽ അപേക്ഷിക്കേണ്ടതിന് അവൻ നമ്മളുടെ മേൽ വാരിത്തീരിക്കുന്നത് പരിശുദ്ധാത്മാവാം ദൈവത്തെയാണ്. പ്രാർത്ഥനയ്ക്ക് ശക്തി പകരുന്നത് പരിശുദ്ധാത്മാവാണെന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 26, 27 വാക്യഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ആ വണ്ണം തന്നെ പരിശുദ്ധാത്മാവ് ഇപ്പൊ പലരും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. മനോരമ പത്രമൊക്കെ ഇപ്പൊ ഞങ്ങൾ വരുത്തുന്നില്ല. പക്ഷേ എൻ്റെ ബാല്യകാലം മുതൽ മനോരമ പത്രം ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ദേശാഭിമാനികൾ അതിന് ചുറ്റുവട്ടത്തുള്ളവർ കൊണ്ടുവന്നിടാറുണ്ട്. പല പത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലൊരു പത്രമാണ് മനോരമ പത്രം. അതിനകത്തിൽ പല മധ്യസ്ഥന്മാരോടുള്ള പ്രാർത്ഥനയുണ്ട്. എന്നാൽ ചില നാളുകൾക്ക് മുമ്പ് എന്നെ അതിശയിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റില്ല. പക്ഷെ ഞാൻ പറഞ്ഞ തലത്തിൽ സ്തോത്രം അതിനെ ഒരു പാർട്ടായിട്ട് മാറ്റിയിട്ട് നമ്മൾ ആ ഒരു തലത്തിലേക്ക് നീങ്ങാൻ വ്യവസ്ഥയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വെറും ആത്മാവല്ല, യേശുവിന്റെ ആത്മാവുമല്ല. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ആത്മാവെന്നും യേശുവിന്റെ ആത്മാവെന്നും സ്തോത്രം, ഹല്ലേലൂയ. അതെ വേദപുസ്തകത്തിനകത്തിൽ പലയിടങ്ങളിൽ പറയുന്നതെല്ലാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെയാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ ഫിലിപ്പിയലേഖനം 1:19 നോക്കണം. നിങ്ങൾ എടുക്കണ്ട, വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. 1 പത്രോസ് 1:19 നോക്കണം. ഗലാത്യലേഖനം 4:6 നോക്കണം. റോമാലേഖനം 8:9 നോക്കണം. ഇവിടൊക്കെ സ്വപുത്രന്റെ ആത്മാവ്, സ്വന്തം പുത്രന്റെ ആത്മാവ്, യേശുവിന്റെ ആത്മാവ്, യേശു ക്രിസ്തുവിന്റെ ആത്മാവ് എന്നൊക്കെ കാണാൻ പറ്റും. ഇത് യേശുവിന്റെ ആത്മാവെന്ന് പറയുമ്പോൾ മറ്റൊരാത്മാവല്ല, യേശുവിനെ ജനിപ്പിച്ച ആത്മാവാണ്. യേശു സ്നാനപ്പെട്ടപ്പോൾ മേൽ വന്ന ആത്മാവാണ്. യേശുവിനെ മരുഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവ് നിറച്ചു കൊണ്ടുപോയി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശുവിനെ നിറച്ച ആത്മാവാണ്. സ്തോത്രം. യേശുവിന് ശക്തി പകർന്ന ആത്മാവാണ്. യേശുവിൽ കൂടെ രോഗങ്ങളെ പുറത്താക്കിയ, വ്യാധി മാറ്റിയ, സ്തോത്രം സ്തോത്രം സ്തോത്രം, മരിച്ചവരെ ഉയർപ്പിച്ച അതേ ആത്മാവാണ്. ഇതിന്റെ പേരാണ് പരിശുദ്ധാത്മാവെന്ന്. തൃത്വത്തിൽ മൂന്നാമനായ ദൈവം പരിശുദ്ധാത്മാവാം ദൈവമാണ്. പക്ഷേ പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും ഉള്ളപ്പോൾ പിതാവായ ദൈവവും പരിശുദ്ധാത്മാവാവുന്ന ദൈവവും മാറി നിന്നുകൊണ്ട്, സൈലന്റ് ആയിക്കൊണ്ട് തന്റെ പുത്രനെ ഉയർത്തുകയാണ്. കാരണം പുത്രനാണ് ഈ താണലോകത്തിൽ കാൽവരയിൽ വന്ന് നമുക്ക് വേണ്ടി മരിച്ചത്. അതുകൊണ്ട് ക്രിസ്തുവിലൂടെയാണ് നാം അപേക്ഷിക്കേണ്ടത്, ക്രിസ്തുവിലൂടെയാണ് നാം ചോദിക്കേണ്ടത്, ക്രിസ്തുവിലൂടെയാണ് നാം നിലവിളിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട്
പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി പകരാൻ നമ്മുടെ ബലഹീനതയിൽ വന്നിരിക്കുന്നതാണ്. ബലഹീനത എന്ന് പറയുമ്പോൾ ഭർത്താവിനെ തല്ലിയതല്ല, ഭാര്യയെ തല്ലിയതല്ല, മക്കളെ തല്ലിയതല്ല. ബലഹീനത എന്ന് പറയുമ്പോൾ സഭയിൽ വഴക്കിടുന്നതല്ല, പാസ്റ്ററിന്റെ കഴുത്തിന് കയറി പിടിക്കുന്നതല്ല. ബലഹീനത എന്ന് പറയുമ്പോൾ സഭയ്ക്കകത്തിൽ 2 പക്ഷവും 3 പക്ഷവും ഉണ്ടാക്കുന്നതല്ല. ബലഹീനത എന്ന് പറയുമ്പോൾ സ്വാർത്ഥതയുടെ നടുവിൽ തലയെടുപ്പോടെ നിൽക്കുന്നതല്ല. മറിച്ച് ആത്മമണ്ഡലങ്ങളിൽ നാം ക്ഷീണിച്ചു പോകുന്ന ചില തലങ്ങളുണ്ട്. ആ സമയത്ത് നമുക്ക് ശക്തിയില്ല, വേണ്ടതുപോലെ പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞത് വരികയില്ല. നമുക്ക് സ്വന്തത്തിൽപ്പെട്ടവർ നമ്മെ വിട്ടുപോയാൽ, അല്ലെങ്കിൽ അവർ രോഗികളായാൽ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും വിപത്തുകൾ വന്നാൽ, വളരെ ക്ഷീണങ്ങളും വേദനകളും പ്രശ്നങ്ങളും, വഴി അടയപ്പെടുന്ന, വരുമാനം നഷ്ടപ്പെടുന്ന, കിട്ടിക്കൊണ്ടിരുന്ന നന്മകൾ ഇല്ലാതാകുന്ന മേഖലകളൊക്കെ ഉണ്ടായാൽ നമ്മൾ ക്ഷയിച്ചു പോകുന്നവരാണ്. ചില ദീപങ്ങൾക്കകത്തിൽ അറിയാതെ ചെന്ന് നിൽക്കേണ്ടി വന്നാൽ അവിടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റിയെന്ന് വരികയില്ല. നമ്മുടെ പ്രാർത്ഥനയുടെ വാചകങ്ങൾ പോലും ഷോർട്ടായെന്ന് വരാം, നിന്നുപോയെന്ന് വരാം. ചിലർ കണ്ടിട്ടുണ്ടോ? ഇന്നലകളിൽ ചിരിച്ചു വന്നവർ ചിലപ്പോൾ ചിരിക്കാതെ ആയിരിക്കാം വരുന്നത്. ഇന്നലകളിൽ വന്നപ്പോൾ തന്നെ കൈ കൊടുത്തവർ ചിലർ കൈ കൊടുക്കാൻ പോലും മറന്നെന്ന് വരാം. ഇന്നലകളിൽ ശക്തമായി വന്നിരുന്ന് പ്രാർത്ഥിച്ചവർ ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയാതെ വന്നത്. ചിലർ നോക്കിയിട്ട് പറയുക, കണ്ടോ എന്തോ തെറ്റുണ്ട്, എന്നോ കുറവുണ്ട് അവരിൽ. പക്ഷെ അല്ല, അവർക്ക് തന്നെ താങ്ങാൻ കഴിയാത്ത ഭാരം വന്നിരിക്കുന്നു. ഇങ്ങനെ ഭാരം വന്ന ചിന്തകളിലേക്ക് കയറുമ്പോൾ പുത്രൻ തമ്പുരാനെ പരിചയപ്പെടുത്താൻ പരിശുദ്ധാത്മാവ്. ഞാൻ ഈ പറയുന്ന ദൂത് വളരെ ശക്തമായ ദൂതാണ്. യോഹന്നാന്റെ സുവിശേഷം 16:14-15 വാക്യം നിങ്ങൾ നോക്കണം. ഞാൻ എന്നിൽ നിന്നും അല്പമെടുത്ത് നിങ്ങൾക്ക് പകരുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ അത് എന്നെ മഹത്വപ്പെടുത്താൻ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പം അല്പമെടുത്ത് തന്നിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവിന്. മനസ്സിലാകുന്നുണ്ടോ? ഈ പരിശുദ്ധാത്മാവുന്ന ദൈവത്തെ പുത്രൻ പിതാവിനോട് ചോദിച്ച് നമുക്ക് തന്നതും ദൈവത്തിന്റെ ദാനവുമാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ കർത്താവ് ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യാനാ. എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ബലഹീനതകളിൽ തുണ നിൽക്കാനാ. എന്തിനാണ് ചോദിച്ചാൽ വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ മറന്നു പോകുന്നവിടത്ത് അത് പിതാവിന് കൈമാറാനാ. എന്തിനാന്ന് ചോദിച്ചാൽ പുത്രൻ തമ്പുരാന് മഹത്വപ്പെടുത്താനാ. എന്തിനാണെന്ന് ചോദിച്ചാൽ നിന്റെ ശത്രു ഭയത്തിൽ നിന്ന് വിടുവിക്കാനാ. എന്തിനാണെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ വരവോളം നിന്റെ മേൽ കാവൽ നിൽക്കാനാ. എന്തിനെന്ന് ചോദിച്ചാൽ നിന്റെ ശരീരത്തിൽ ഒരു സീലായിരിക്കാനാ. എന്തിനെന്ന് ചോദിച്ചാൽ കൃപാവരങ്ങളെ നിനക്ക് പകുത്തു തരാനാ. ഹലോ, മനസ്സിലായ ദൈവമക്കൾ? കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. പരിശുദ്ധാത്മാവാണ് നമുക്ക് കൃപാവരങ്ങളെ പകുത്തു തരുന്നത്. എന്തിനാന്ന് ചോദിച്ചാൽ പുത്രൻ തമ്പുരാനെ മഹത്വപ്പെടുത്താനാ. നമ്മുടെ ശരീരത്തിൽ സ്തോത്രം പരിശുദ്ധാത്മാവ് മുദ്രയിട്ടിരിക്കുക. ഒരു ശത്രുവിനും തൊടാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പലപ്പോഴും അറിയാത്ത സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വണ്ണം തന്നെ ബലഹീനതയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കുന്നു. വേണ്ടുപോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയാതിരിക്കുമ്പോൾ ഉച്ചരിച്ചുകൂടാത്ത ജനകങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് സ്തോത്രം സ്തോത്രം. പിതാവായ ദൈവം വന്നു, തന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. പുത്രനായ ദൈവം വന്നു, തന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. പരിശുദ്ധാത്മാവുന്ന ദൈവം ഈ ഭൂമിയിൽ ഇപ്പോൾ ഉണ്ട്. ആ പരിശുദ്ധാത്മാവുന്ന ദൈവം നമ്മെ നിയന്ത്രിക്കുന്നു. ആരിലേക്ക്? നിനക്ക് വേണ്ടി തകർക്കപ്പെട്ട ക്രിസ്തുവിലേക്ക്, വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് യേശുവിലേക്ക്.
ഒരിക്കലും കൈവിടപ്പെട്ടു പോകാതിരിപ്പാൻ പുത്രൻ തമ്പുരാനെ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. നിനക്കൊരു ദൈവമുണ്ട്, ആ യേശുവാണ്. യേശുവിന്റെ നാമത്തിൽ നീ പ്രാർത്ഥിര്. പിതാവായ ദൈവത്തിലേക്ക് യേശുവിന്റെ നാമത്തിലൂടെ നീ കയറി ചെല്ല്. നീ ഉടമന ദൈവ വഴി വിട്ടു പോകരുത്. പുത്രൻ നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചതാണ്. നീ പുത്രനോട് പ്രാർത്ഥിര്. ഉടമന പുത്രൻ നിനക്ക് ഇപ്പോൾ തന്നെ രോഗസൗഖ്യം വരുത്തും. ഇപ്പോൾ തന്നെ നിനക്ക് വഴി തുറക്കുമെന്ന് നമുക്കിങ്ങനെ പറഞ്ഞു തന്നുകൊണ്ട് ഇരിക്കുന്നത് പരിശുദ്ധാത്മാവാം ദൈവമാ. ആ സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കൾ, ഈ ദൂത് ശ്രവിക്കുന്ന ദൈവമക്കൾ ആത്മമണ്ഡലങ്ങൾക്കകത്തിൽ ശക്തിയോട് ആ കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചോണ്ടിരുന്നു. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവാവുന്ന ദൈവം നമ്മുടെ മധ്യത്തിൽ വന്നിരിക്കുകയാ. അതുകൊണ്ട് പൂർണ്ണമായിട്ടൊന്ന് സമർപ്പിക്കാം. കർത്താവിന്റെ ദാസൻ എനിക്ക് തന്നിരിക്കുന്ന സമയങ്ങൾ ഞാൻ ക്ലോക്കിൽ നോക്കുമ്പോൾ ഇനി 2-3 മിനിറ്റേ ഉള്ളൂ, 3 മിനിറ്റേ ഉള്ളൂ. എന്നാൽ ഇതിനുള്ളിൽ സ്വത്രം കർത്താവിന്റെ ദാസൻ പറഞ്ഞ അല്പം മുന്നോട്ട് പോയാലും കുഴപ്പമില്ലെന്ന് ആത്മാവിനൊന്ന് വിട്ടുകൊടുക്കാൻ എത്ര പേർ തയ്യാറായി ഇവിടെ വന്നിട്ടുണ്ട്? എനിക്ക് പരിശുദ്ധാത്മാവിൽ ഈ ദൂത് പൂർത്തീകരിപ്പാൻ ആഗ്രഹമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമക്കൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. എന്റെ സ്നേഹിത സഹോദര സഹോദരി, നിന്റെ അപേക്ഷ അവൻ തള്ളിക്കളയത്തില്ല. നിന്റെ നിലവിളി അവൻ തള്ളിക്കളയത്തില്ല. നിന്റെ യാചനയ്ക്ക് മറുപടി കിട്ടാതിരിക്കത്തില്ല. ഈ 2024 ഉടമന പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നിരിക്കുകയാ. തടസ്സങ്ങളെ വെട്ടിമാറ്റിക്കൊണ്ട് പുത്രനെ പരിചയപ്പെടുത്തുകയാ. പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ നിന്റെ അപേക്ഷ സ്വീകരിക്കുന്ന ദിവസമാ. ഈ പ്രാർത്ഥന വെറുതെയല്ല, ഈ ഉപവാസം വെറുതെയല്ല. നിന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്ന ദിവസങ്ങളാ. ഉടകൾ ഘടകരഹസ്യാപന. നിന്റെ ശരീരത്തിൽ വാഴുന്ന പരിശുദ്ധാത്മാവ്, നിന്റെ മന്ദിര ശരീരത്തിൽ മന്ദിരം സ്ഥാപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഉടകാ രമനഘടകസ്യാപന യേശുവിലൂടെ പിതാവിലേക്ക് നിന്നെ കൊണ്ടുപോകയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മമണ്ഡലങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. യേശുവിന്റെ കരം ചലിക്കട്ടെ. കരങ്ങളടിച്ച് ആത്മാവിന്റെ ശക്തിയോട് അഭിഷേകത്തിന്റെ നിറവോട് യേശുവിന്റെ നാമത്തിൽ ആവർത്തന പുസ്തകം 3-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ മോശ ദൈവത്തോട് അപേക്ഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ വിവരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ഭൂമിയിൽ അതേ ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു ദൈവവൈതൽ, യേശുവിലൂടെ കയറുന്ന ഒരു ദൈവവൈതൽ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതൽ മോശയെ പോലെ ഉടകാറമനഘടകസിയാമന അപേക്ഷിപ്പാൻ തയ്യാറാണോ? അവൻ അപേക്ഷിച്ചത് അതുപോലെ കിട്ടിയില്ല. എനിക്ക് കാലുകുത്തി വാഗ്ദത്ത ദേശം കാണണമെന്നാണ് അവൻ അപേക്ഷിച്ചത്. പക്ഷേ ദൈവം അവനെ കാണിപ്പിച്ചെങ്കിലും കാലുകുത്താൻ അനുവദിച്ചില്ല. കൃപ പ്രാപിച്ചവരെ, നാം പ്രാർത്ഥിക്കുന്നതെല്ലാം നടക്കണമെന്നില്ല, പ്രാർത്ഥിക്കുന്നത് പോലെ നടക്കണമെന്നുമില്ല എന്ന് പറഞ്ഞ് ദൈവത്തോട് നമ്മൾ പിണങ്ങരുത്. ചിലപ്പോൾ നീ ചോദിക്കാത്ത അനുഗ്രഹങ്ങൾ കൂടെ ദൈവം തരും. ശലോമോൻ ചോദിക്കാത്ത അനുഗ്രഹം കൂടെ ദൈവം അവന് കൊടുത്തില്ലേ? പൗലോസ് 3 വട്ടം പ്രാർത്ഥിച്ചു, പക്ഷെ അവന്റെ രോഗം മാറിയില്ലല്ലോ. മോശ ദൈവത്തോട് അപേക്ഷിച്ചു, അവന് കാലുകുത്തി കാണാൻ കഴിഞ്ഞില്ലല്ലോ. ചിലരൊക്കെ വിരൽ ചൂണ്ടിയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അരുത്. ചില പറയും, ഇപ്പൊ എന്റെ കാര്യത്തിന് അങ്ങ് ഇടപെട്ട പോറ്റത്തുള്ളന്നൊക്കെ ഭയങ്കര ധാർഷ്ട്യത്തോടെ പ്രാർത്ഥിക്കാറുണ്ട്. അരുത്. നാം നിൽക്കുന്ന സ്രഷ്ടാവിന്റെ മുമ്പിലാണ്. വളരെ ഭയത്തോടെ അപേക്ഷിക്കുക. എത്ര പേര് മോശയെ പോലെ അപേക്ഷിക്കാൻ തയ്യാറാണ്? 105-ാം സങ്കീർത്തനം 40-ാം വാക്യം നിങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്റെ വാക്കുകളെ നിർത്താൻ പ്രിയമുള്ളവര്, ദൈവ സാന്നിധ്യത്തിനായി ഏൽപ്പിക്കുക. കാടപ്പക്ഷികളെ കിട്ടിയവരാണ്. ഇറച്ചിയൊക്കെ പല്ലിനിടയിൽ ഇരിക്കുമ്പോഴും അവർ മത്സ്യകരികളായിട്ടുണ്ട്. അവർ ദൈവത്തോട് ചോദിച്ചവന്
ദൈവം അവർക്ക് കൊടുത്തു എന്ന് അവിടെ ചോദിച്ചു എന്ന്. ചോദിക്കാൻ തയ്യാറാണോ നിങ്ങൾ? കർത്താവിനോട് ഇസ്രായേൽ മക്കൾ ചോദിച്ചതുപോലെ നിങ്ങൾ ചോദിപ്പാൻ തയ്യാറാണോ? വെള്ളം ചോദിച്ചോ? തരും. കാടപ്പക്ഷിയെ ചോദിച്ചോ? തരും. നിന്റെ വിഷയം എന്താ? നീ ചോദിക്ക്, തരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. 72 സങ്കീർത്തനം 12 വാക്യം പരിശോധിക്കുമ്പോൾ ദരിദ്രന്റെ നിലവിളിയെ കുറിച്ചാണ്. നീ ഒരു സാധുവായിരിക്കുക, ആരും നിന്റെ കൂടെ ഇല്ലായിരിക്കുക, പക്ഷെ നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു മരണ വീട്ടിലെന്ന പോലെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവർ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം പോലെ നീ നിലവിളിപ്പാൻ തയ്യാറാണോ? പരിസരം നോക്കാതെ നിന്റെ വിഷയത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നീ പ്രാർത്ഥിപ്പാൻ തയ്യാറാണോ? നിലവിളിപ്പാൻ തയ്യാറായാൽ ദൈവത്തിന്റെ കരം നിന്റെ മേൽ ചലിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? യിരെമ്യാവിന്റെ പുസ്തകം 7:16 പരിശോധിക്കുമ്പോൾ യിരെമ്യാവിനോട് പറയുന്നു, ഈ ജനത്തിന് വേണ്ടി നീ എന്നോട് പക്ഷപാതം ചെയ്യരുത്. എന്റെ പ്രിയമുള്ളവരെ, ചിലർക്ക് വേണ്ടി നീ ഇടിവിലിരിക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് മാത്രമേ ഇരിക്കാവൂ. ദൈവം മുഖം മറച്ചിരിക്കുന്ന, ദൈവം കൈവിട്ടിരിക്കുന്ന ചിലർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ, പക്ഷപാതം ചെയ്താൽ വിടുവലില്ല. നമുക്കുള്ളവരായിരിക്കാം. ശമൂവേലിനോട് പറയുന്ന കാര്യമുണ്ട്. 1 ശമൂവേൽ 16-ാം അധ്യായത്തിൽ ഞാൻ ശൗലിനെ രാജസ്ഥാനത്തൊന്ന് തള്ളിയിരിക്കെ നിങ്ങൾ അവനെ ചൊല്ലി എത്രത്തോളം അവനെ ചൊല്ലി ദുഃഖിക്കും? എത്രത്തോളം ദുഃഖിക്കും? കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക, പുതിയൊരു ദൈവ സാന്നിധ്യത്തിനായി, പുതിയൊരു കൃപയുടെ വലിപ്പത്തിനായി, പുതിയ ചലവിന്റെ അതെ ബലത്തിനായി. ഇന്ന് പകൽവേളയിൽ ഞാൻ ആത്മാവിൽ പറയുകയാണ്, ഇതാ ദൈവം പുതിയതൊന്ന് ചെയ്യുവാൻ പോകുന്നു. നീ തയ്യാറാണോ? പഴയത് ചിലത് മറന്ന്, എന്റെ ശരീരം വയ്യ എന്നുള്ളത് മറന്ന്, എന്റെ ജീവൻ അവസാനിക്കാൻ സമയമായെന്നുള്ളത് മറന്ന്, ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് മറന്ന് നീ ആത്മാവിൽ ഒന്ന് ആരാധിക്കാൻ തയ്യാറാണോ? പൂർണ്ണമായി സമർപ്പിക്കാൻ എത്ര പേരുണ്ട്? എന്റെ പ്രിയമുള്ളവരെ, 1 ശമൂവേലിന്റെ പുസ്തകം 1:26 അന്ന പറയുന്നുണ്ട്, ഞാനാണ് ഇവിടെ വന്ന് നിന്ന് പ്രാർത്ഥിച്ചത്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾക്കൊരു പക്ഷെ ഇരിക്കാൻ പറ്റുന്നില്ലായിരിക്കാം, ദീർഘനേരം ഇരിക്കാൻ പറ്റത്തില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾ നിന്ന് പ്രാർത്ഥിച്ചാലും എന്റെ ദൈവം പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ ആത്മാവിൽ എത്ര പേര് ഈ ദൂത് സ്വീകരിക്കും? എനിക്ക് നിന്നെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുള്ളൂ പാസ്റ്റർ, എനിക്ക് ഇരിക്കാൻ വയ്യ. നീ ഇരിക്കണ്ട, നീ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി, നീ ഓടി നടന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഉടമന നീ ഒന്ന് കിടക്കേണ്ടി വന്ന കിടക്കയിലാണെങ്കിൽ പോലും നീ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ കരം ചലിക്കും. അപ്പോസ്തല പ്രവർത്തിക്കകത്തിനും യെശയ്യാവിന്റെ പുസ്തകത്തിനും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 7:60 സ്തെഫാനോസ് അവൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. യെശയ്യാവിന്റെ പുസ്തകം 45:22-23 ദൈവം നമ്മെ കണ്ടിരിക്കുന്നത് ദേശത്തിന്റെ മടിവിൽ നിന്ന് ദൈവത്തിലേക്ക് സൃഷ്ടികൾ മുട്ടുകുത്താനാണ്. നിങ്ങൾക്ക് പറ്റുമോ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ? നിന്നെങ്കിൽ നിന്ന് മറുപടി ഉണ്ട്. നിനക്ക് ശമൂവേലിനെ ദൈവം തരാൻ പോവാ. മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ ഇപ്പൊ ആരും മുട്ടുകുത്താറില്ല. ദൈവസന്നിധിയിൽ മുട്ടുകുത്താൻ എത്ര പേരുണ്ട്? എനിക്കറിയാവുന്ന ഒരു സഹോദരി എന്നോട് പറഞ്ഞു, അവര് കുടുംബമായി ഒരു പുണ്യസ്ഥലത്ത് പോയിട്ട് മുട്ടുമ്പേൽ എഴഞ്ഞു. അത് ചോദിക്കാൻ കാരണം അവരുടെ മുട്ടല് തൊലി മൊത്തം പോയി നടക്കാൻ വയ്യ. ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിനെ തിരിച്ചറിഞ്ഞ നമുക്ക് പറ്റുന്നുണ്ടോ? പണ്ടേ കാലത്ത് ഞങ്ങളൊക്കെ ആത്മാവിൽ ആരാധിച്ചപ്പോൾ മുട്ടൽ എഴഞ്ഞ് ആരാധിച്ചിട്ടുണ്ട്, മുട്ടലെ തൊലി പോയത് അറിഞ്ഞിട്ടില്ല. ഞാൻ ആത്മമണ്ഡലങ്ങളിൽ നിങ്ങളോട് പറയട്ടെ, മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് സാധിക്കും? അങ്ങനെ പ്രാർത്ഥിച്ചാലും, നിവന്ന് പ്രാർത്ഥിച്ചാലും, മുട്ടുകുത്തി പ്രാർത്ഥിച്ചാലും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. പുറപ്പാട് പുസ്തകം 34:8, മത്തായി സുവിശേഷം 26:39 നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്ന കാര്യം സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ വീണ് കടന്ന് പ്രാർത്ഥിക്കാൻ, പരിസരം നോക്കാതെ പ്രാർത്ഥിക്കാൻ.
സൃഷ്ടാവിന്റെ മുമ്പിൽ വീണ് കടന്ന് പ്രാർത്ഥിക്കാൻ എത്ര പ്രിയപ്പെട്ടവർക്ക് കഴിയും? ഗെത്സമനയിൽ സാഷ്ടാംഗം വീണ് കടന്ന് പ്രാർത്ഥിച്ച യേശുവിനെ പോലെ സീനായി പർവ്വതത്തിൽ വീണ്ടും കൽപ്പനകൾ ചത്തിയൊരുക്കി കൊണ്ടുപോയി ദൈവത്തിന്റെ ഘോഷത്തിന് മുമ്പിൽ വിറച്ചും കൊണ്ട് വീണ് കടന്ന് പ്രാർത്ഥിച്ച മോശയെ പോലെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പിതാവായ ദൈവത്തോട് പുത്രനിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ശക്തി പകരാൻ പോകുകയാണ്. അമ്പൽ എവിടെ നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചാലും എങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും പണ്ട് നമ്മുടെ പിതാക്കന്മാരുടെ മാലത്ത് ഉടമന ഘടകസിയാമന ഒരു പാവാലും ഇടാൻ നിവൃത്തിയില്ലാതിരുന്ന സ്ഥാനത്ത് ഇറങ്ങി വന്ന ദൈവം നമ്മുടെ നടുവിൽ വെളിപ്പെട്ടു വരികയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? സങ്കീർത്തനങ്ങൾ 28:2 134:2 തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. ദേവാലയത്തിലേക്ക് ചെല്ലുന്നവർ, നമ്മുടെ നാട്ടിലാണ് കരങ്ങളൊക്കെ കൂടുതൽ അടിച്ച് ദൈവത്തെ ആരാധിക്കാറുള്ളത്. പക്ഷെ ഞാൻ അമേരിക്കയിൽ പലയിടങ്ങളിലും കണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവരും, പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാർ, കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒരുപോലെ, ആരും പറയണമെന്നില്ല, അവർ ഉയർത്തി ആരാധിക്കുകയാണ്, ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. പൂർണ്ണമായി സൃഷ്ടാവിന്റെ മുമ്പിൽ സാഷ്ടാംഗം അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ പോലെ നിന്റെ വിഷയങ്ങൾ കർത്താവിന്റെ മുമ്പിൽ പറയാൻ താങ്കൾ തയ്യാറാണോ? ഈ ലൈവിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നവർ, ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവമക്കൾ, അയ്യോ എനിക്കൊന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലല്ലോ, നടുവയ്യായിരുന്നല്ലോ, കാലുവയ്യായിരുന്നല്ലോ, അതുകൊണ്ട് എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ എന്ന് ചിന്തിച്ച് വേദനിക്കരുത്. നിനക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങൾ അനുഭവിച്ച യേശുവിന്റെ ക്രൂശ് ഇപ്പോഴും നിന്നെ വിട്ടു മാറിയിട്ടില്ല. ഇന്ന് നീ ചെലവഴിച്ച ടൈമുകൾ, ഇന്ധനങ്ങളെ ചെലവഴിച്ച ടൈമുകൾ നിനക്ക് നഷ്ടമായി പോകുകയല്ല. എല്ലാവരും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ഓ ജീസസ്. എത്ര പേർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും? എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കും? കണ്ണുകൾ അടച്ച് എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ട്. ഞാൻ ശുശ്രൂഷ നിർത്തിയിട്ടില്ല. എനിക്കൊരു 10 മിനിറ്റ് കൂടെ ദൈവമക്കൾ തരണം. ഞാൻ നിങ്ങളുടെ നടുവിലേക്ക് വരികയാണ്. എത്ര പേര് ആത്മാവിൽ ഏൽപ്പിച്ചു കൊടുക്കും? നിങ്ങൾ ഒരു നീണ്ട പ്രസംഗത്തിനകത്തിൽ ആത്മമണ്ഡലങ്ങളിൽ നിങ്ങൾ ഇത് ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഏവണ്ണമാണ് പ്രിയമുള്ളവര്? സകല നാമത്തിനും മേലായ നാമമായ യേശുവിന്റെ നാമത്തിലാണോ നിങ്ങളുടെ പ്രാർത്ഥന? പിതാവ് പുത്രനിൽ മഹത്വപ്പെടുന്ന രീതിയിലാണോ നിങ്ങളുടെ പ്രാർത്ഥന? നിങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചത് പരിശുദ്ധാത്മാവല്ല. നിങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചത് പിതാവായ ദൈവമല്ല. നിങ്ങൾക്ക് വേണ്ടി യാഗമായത് ജഡത്തിൽ വന്ന യേശുവാണ്. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിന് പിതാവായ ദൈവം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്നല്ല, പക്ഷെ യേശുവിനോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് പോലും പുത്രനെ ഉയർത്താനത്രേ, പുത്രൻ തമ്പുരാനെ മഹത്വപ്പെടുത്താനത്രേ പിതാവായ ചിരിക്കുന്നത്. നമ്മളിൽ പോലും വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് യേശുവിൽ നിന്നും അല്പമെടുത്തു തന്നിരിക്കുന്നതാണ് പുത്രൻ തമ്പുരാനെ മഹത്വപ്പെടുത്താൻ. ഈ ബോധ്യമുള്ള ദൈവമക്കൾ കണ്ണുകൾ അടച്ച്, ഈ ലൈവിലുള്ള പ്രിയപ്പെട്ടവർ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചാട്ട്. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാൻ. എന്നോട് സംസാരിച്ച നല്ല ദൂതനായി സ്തോത്രം എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിക്കാം.